എല്ലാവർക്കും നമസ്കാരം. ആൻറ്റിവൈറസ് ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഒരുപക്ഷെ ആൻറ്റിവൈറസ് ലൈവുകളുടെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട കാത്തിരിപ്പിന് ശേഷമുള്ള ലൈവാണ്. ആക്ച്വലി ചില ഈ ട്രെയിനൊക്കെ പലപ്പോഴും ഓടി നമ്മുടെ സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മൾ കറക്റ്റ് സമയത്തോ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ തലേന്ന് വരേണ്ട വണ്ടിയാണ് എന്ന് പറയുന്നതാണ്. സംഗതി ഇതാണ്. ഇന്നലെ തിങ്കളാഴ്ചത്തെ ലൈവാണിത്. തിങ്കളാഴ്ച ലൈവ് നടത്താൻ സാധിച്ചില്ല. അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചു, ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ചൊവ്വാഴ്ചയും സമയത്ത് നടത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം കഴിഞ്ഞ ഒരു 32 മണിക്കൂറായിട്ട് ഇവിടെ കറണ്ടില്ല എന്ന് പറയുമ്പം മഴ പെയ്ത് നമുക്കറിയാലോ, കാറ്റടിച്ചാൽ കറണ്ട് പോകും, കറണ്ടടിച്ചാൽ കാറ്റ് പോകും എന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ പൊതുവിൽ ഇപ്പോഴും നിലവിലുള്ളത്. ഈ വേനൽക്കാലത്തൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഈ ടച്ച് കിട്ടുക എന്ന് പറയില്ല, അങ്ങനെ ഒരു സംഗതിയൊന്നും കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് വൃക്ഷങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് വീണ്. ഇന്നലെ ഏതാണ്ട് ഒരു 2 മണിക്ക് പോയ കറണ്ടാണ് രാത്രി ഉച്ചയ്ക്ക്. ഇന്ന് 2 മണി, ഇപ്പോൾ ഏതാണ്ട് ഇത്രയും സമയമായി. ഇപ്പോൾ 7 മണിക്ക് ഇന്ന് തുടങ്ങണമെന്ന് കരുതിയാണ്, കഴിഞ്ഞില്ല. ഒന്ന് വന്നിട്ട് പിന്നെ വീണ്ടും പോയി. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കറണ്ട് ഇത്രയും നേരത്തെ പോയതിന് ശേഷം വന്നപ്പോൾ എല്ലാവരും കൂടെ മോട്ടറിട്ട് വെള്ളത്തിനായിട്ട്, വെള്ളം ഇല്ലാതിരിക്കുകയാണ് മനുഷ്യർ. അപ്പോൾ മോട്ടർ ഇട്ടപ്പോൾ അവരുടെ ട്രാൻസ്ഫോമർ അടിച്ചു പോയി. അപ്പോൾ പിന്നെ ഒരു അരമണിക്കൂടെ കഴിഞ്ഞു. ഇപ്പോൾ എന്തായാലും ഇനി പോവില്ലെന്ന് കരുതാം. അപ്പോൾ പലരും ചോദിക്കുന്നു ഇൻവെർട്ടറില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇൻവെർട്ടറിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഈ ലൈറ്റ് ഇൻവെർട്ടറിൽ കുറേ നേരം നിൽക്കില്ല. പിന്നെ ഇൻവെർട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇതേപോലെ ലോങ് പീരീഡിൽ കറണ്ടില്ലാന്ന് കഴിഞ്ഞാൽ വീട്ടിലേ കറണ്ടില്ലാതെ വരും. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ലൈവ് നടത്താതിരുന്നത് കൊണ്ട് എനിക്ക് ഇന്ന് ഏതാണ്ട് ഉച്ചവരെ ഇവിടെ എനിക്ക് 1-2 ഫാനും ലൈറ്റും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റി. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എന്തായാലും ഇതങ്ങ് ഇന്നലെ 2ാമത്തെ ദിവസം ആട്ടക്കഥ പോലെ തീർക്കാമെന്ന് കരുതി എന്തായാലും ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് പറയാനിരുന്നൊരു വിഷയം സത്യത്തിൽ ഒരു ദേശീയ പ്രാധാന്യമുള്ളതും ഒരു അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അത് നിങ്ങൾക്കറിയാം, ഈ ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാൻ സെപ്പറേറ്റിസ്റ്റ് ലീഡറെ കഴിഞ്ഞ 2023 ജൂൺ 18 അദ്ദേഹം ഒരു ഗുരുദ്വാര സറയിലുള്ള, അതായത് കാനഡയിലുള്ള ബ്രിട്ടീഷ് കൊളംബിയ സറയിലുള്ള ഒരു ഗുരുദ്വാര സന്ദർശിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് പുള്ളിയെ അജ്ഞാതരായിട്ടുള്ള ആളുകൾ വെടിവെച്ചു കൊന്നു. ഈ വെടിവെച്ച് കൊന്നതിൻ്റെ 1ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ജൂൺ 18. അപ്പോൾ അതിനിടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നു. ഇയാളൊരു സെപ്പറേറ്റിസ്റ്റ് ഖാലിസ്ഥാൻ ലീഡറാണ്. അപ്പം അയാളെ കൊലപ്പെടുത്തിയത് ഇന്ത്യയാണ് എന്ന് അവിടുത്തെ കാനഡയിൽ തമ്പടിക്കുന്ന ഖാലിസ്ഥാൻ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്, അതിൻ്റെ നേതാക്കൾ, ഒരു പന്നു ഒക്കെ നിങ്ങൾക്കറിയാം, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കെതിരെ വ്യാപകമായ പ്രചരണം, പോസ്റ്റർ പതിക്കൽ, അതുപോലെ തന്നെ പ്ലോട്ടുകളൊക്കെ, ഇന്ദിരാഗാന്ധിയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്ലോട്ടുകൾ, മോദിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്ലോട്ടുകൾ, ഇന്ത്യക്കെതിരെ മൊത്തത്തിലുള്ള ഒരു ക്യാമ്പയിൻ, അവിടെ ഹെയ്റ്റ് ക്യാമ്പയിൻ അവിടെ നടത്തുന്നുണ്ട്. പ്രധാനമായും അവിടെ സിഖുകാർക്ക് കൂടുതൽ ഡോമിനൻസ് ഉള്ള ചില സ്ഥലങ്ങൾ, ബ്രാംപ്ടൺ പോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ, അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ഈ പ്രചരണത്തിൻ്റെ അലയൊലികൾ കനേഡിയൻ ഭരണകൂടത്തിലും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം, അവിടെ NDP എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. ആ പാർട്ടി ഒരു പഴയ പാർട്ടിയാണെങ്കിലും ഈയിടെയായിട്ട് അത് ഒരു സിഖ് ലീഡറിൻ്റെ കീഴിലായിട്ടുണ്ട്. അത് വളരെ സിഖുകാരെ കൊണ്ട് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് മെമ്പർഷിപ്പുകൾ എടുപ്പിച്ച് പാർട്ടിയിൽ ആവശ്യത്തിലധികം മെമ്പർഷിപ്പിൻ്റെ സ്ട്രെങ്തോടു കൂടിയാണ് ഈ ഗുർമീത് സിംഗ് എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ അവർക്ക് ഉയർന്നു വന്നത്. പുള്ളിയുടെ കയ്യിലെ പാവയാണ് ശരിക്കും ഇപ്പോഴോ ലിബറൽ പാർട്ടി, അതുപോലെ തന്നെ അതിൻ്റെ നേതാവായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന പ്രധാനമന്ത്രി. അപ്പം ഏതാണ്ട് 2.17% മാത്രമാണ് കാനഡയിലെ ജനസംഖ്യയുടെ 2.17% സിഖുകാരുള്ളത്. പക്ഷേ ആ സിഖുകാർ വളരെ ന്യൂനപക്ഷമായ ഒരു റിലീജിയസ് ഗ്രൂപ്പാണ്. ദേ ആർ ഇൻസ്പയർഡ് ടു ഡു എനിത്തിങ് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്. ചെറിയൊരു ന്യൂനപക്ഷം വളരെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഭൂരിപക്ഷത്തെ ഭരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ചിത്രമാണ് നമുക്ക് കാനഡയിൽ കാണാൻ സാധിക്കുന്നത്.
അപ്പം ഈ ഒരു സിഖ് കമ്മ്യൂണിറ്റി, അതിൻ്റെ ലീഡേഴ്സ്, എസ്പെഷ്യലി സിഖ് കമ്മ്യൂണിറ്റിയിൽ അവിടെയുള്ള എല്ലാവരും തന്നെ ഇന്ത്യ വിരുദ്ധരാണ് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അതിൻ്റെ നേതൃത്വം നൽകുന്ന ഗുരുദ്വാരകൾക്ക് നേതൃത്വം നൽകുന്നവരെല്ലാം തന്നെ ഈ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റുമായിട്ട് അനുഭവമുള്ളവരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ അവിടെ ഈ പാർമർ എന്ന് പറയുന്ന തൽവീന്ദർ സിംഗ് പാർമർ എന്ന് പറയുന്ന പഴയ ഈ കനിഷ്ക എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ വിമാനം ബോംബ് വെച്ച് തകർക്കുകയുണ്ടായിരുന്നു. അതൊരു അയർലൻഡിൻ്റെ തീരത്തിന് ഏതാണ്ട് 160 കിലോമീറ്റർ അകലെ വെച്ച് കടലിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായത്. 329 യാത്രക്കാരെ കൊന്നു. ഭൂരിപക്ഷവും കനേഡിയൻസ് ആയിരുന്നു. ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. ന്യൂഡൽഹി വഴി മുംബൈയിലേക്കുള്ള ഒരു ഫ്ലൈറ്റായിരുന്നു അത് കൃത്യമായിട്ട് ബോംബ് വെച്ച് തകർത്തത് ഈ ഖലിസ്ഥാൻ തീവ്രവാദികളാണ്. അവരതോടൊപ്പം തന്നെ ജപ്പാനിൽ നിന്ന് പുറപ്പെടുന്ന വേറൊരു എയർ ഇന്ത്യയുടെ പ്ലെയിനിലും ബോംബ് വെച്ചിരുന്നു. പക്ഷേ ഈ ജപ്പാനിലെ ഈ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യൻ ടൈമിനേക്കാൾ ഏതാണ്ട് 5 മണിക്കൂറെങ്കിലും മുന്നെയാണ്. അപ്പം അതുപോലെ അതേസമയം കാനഡയിലെ ടൈമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടൈമിനേക്കാൾ പിന്നിലാണ്. അപ്പോൾ ഈ ടൈം സോൺസിൻ്റെ വ്യത്യാസം അവർ ഈ ബോംബിൻ്റെ ടൈമറിൽ കൃത്യമായിട്ട് വെക്കാത്തതുകൊണ്ട് ഈ ജപ്പാനിലെ ബോംബ് വിമാനത്തെ കയറ്റുന്നതിന് മുന്നേ തന്നെ പൊട്ടുകയും അവിടെ കാർഗോ ഏരിയയിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ച് ഏതാണ്ട് 4 പേര് കൊല്ലപ്പെട്ട് അതിനകത്ത് ഒതുങ്ങി എന്ന് പറയാം. പക്ഷേ കനിഷ്കയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല. വിമാനം പറന്ന് പോകുന്നു. ഏതാണ്ട് യാത്ര ഡെസ്റ്റിനേഷനോടടുത്ത് എത്താൻ പോകുന്ന സമയത്തിന് ഏതാണ്ട് അടുത്തെത്തുമ്പോഴാണ് ബോംബ് പൊട്ടിത്തെറിയുകയും അത് കടലിൽ പതിക്കുകയും ചെയ്തു. 329 പേരെ കൊന്ന ഒരു മൂവ്മെൻ്റാണ് അത് എന്ന് മനസ്സിലാക്കണം. അതിലെ ഈ പാർമറുടെ പടമൊക്കെ ഇപ്പോൾ ഈ സിഖ് ഗുരുദ്വാരകളിൽ ഒക്കെ ഉയർന്നു തുടങ്ങി എന്നുള്ളതാണ് രസം. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കനിഷ്ക ദുരന്തം എന്ന് പറയുന്നത് അന്വേഷണ കാര്യത്തിലും ശിക്ഷിക്കുന്ന കാര്യത്തിലുമൊക്കെ ഭയങ്കര അലംഭാവമാണ് കനേഡിയൻ ഗവൺമെൻറ് കാണിച്ചത്. അതിൻ്റെ ഒരു സ്മാരകം പോലും വളരെ വൈകിയാണ് അവർ ഉണ്ടാക്കുന്നത് പോലും. ഇത്രയധികം കനേഡിയൻ പൗരന്മാർ മരിച്ചിട്ടും അതൊരു ഇന്ത്യൻ വിമാനം, ഇന്ത്യക്കാരുടെ പ്രശ്നം എന്ന രീതിയിലാണ് ആദ്യകാലത്തൊക്കെ കനേഡിയൻ ഗവൺമെൻറ് അതിനെ കണ്ടിരുന്നത്. പിന്നീട് അവർ ചെറുതായിട്ടൊന്ന് ഉണർന്നു, കുറച്ച് അന്വേഷണമൊക്കെ നടത്തി. അന്വേഷണത്തിൽ ഒരാളെ മാത്രമാണ് ശിക്ഷിച്ചത്. അയാൾ ബോംബുണ്ടാക്കി എന്ന് പറഞ്ഞ് ആണ് അയാൾക്കെതിരെ ശിക്ഷ വിധിച്ചത്. ബോംബുണ്ടാക്കിയത് വിമാനത്തിൽ വെക്കാനായിരുന്നു എന്നത് എനിക്കറിയില്ല എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. പിന്നെ ബാക്കി ഏതാണ്ട് 20 വർഷം നീണ്ടു നിന്ന ഏതാണ്ട് മില്യൺസ് ഓഫ് കനേഡിയൻ ഡോളേഴ്സ് ചെലവഴിച്ചാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. പക്ഷേ അത് വളരെ ഇൻകൺക്ലൂസീവ് ആയിരുന്നു. എന്താണ് പറയുന്നത്, ഒരു നേർച്ച പോലെ ഒരു സംഗതിയാണ് നടന്നത്. അപ്പോൾ അത് എന്നിരുന്നാലും കനേഡിയൻ ഈ ഒരു ദുരന്തത്തിൻ്റെ പിന്നിൽ ഖലിസ്ഥാൻ സെപ്പറേറ്റിസ്റ്റുകളാണെന്നൊക്കെ കാനഡ ഏറെക്കുറെ കനേഡിയൻ സമൂഹത്തിനും ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പണി ചെയ്ത ആളുകൾ, ഇവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു നേതാവായിരുന്നു ഈ നിജ്ജർ എന്ന് പറയുന്നത്. ഒരു കള്ള പാസ്പോർട്ട് വഴി കാനഡയിലെത്തിയ ഒരു വ്യക്തിയാണ്. അയാളുടെ പാസ്പോർട്ട് തന്നെ കളവായിരുന്നു. അയാളുടെ ഭാര്യയുടെ ഇതിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് അയാൾ അവിടെ വരുന്നത്. പിന്നീട് അയാളെ പലതവണ കനേഡിയൻ അധികൃതർ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്രസിദ്ധ അല്ലെങ്കിൽ കുപ്രസിദ്ധ സിഖ് ഖലിസ്ഥാൻ തീവ്രവാദിയായിട്ടുള്ള താരാ സിംഗുമായിട്ട് ഇയാൾ പാകിസ്ഥാനിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ഇയാൾ താരാ സിംഗുമായിട്ട് പോസ് ചെയ്യുന്ന പടം, അതോടൊപ്പം തന്നെ ഇയാൾ തന്നെ AK-47 പിടിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളൊക്കെ വളരെ സുലഭമാണ് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഇയാളെ ഒരു ആക്ടിവിസ്റ്റായിട്ടാണ് അവിടുത്തെ കനേഡിയൻ സുരക്ഷാ ഏജൻസിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ലിബറൽ പാർട്ടിയും അവരുടെ നേതാക്കളുമൊക്കെ കാണുന്നത്. ഹി വാസ് എൻ ആക്ടിവിസ്റ്റ്. അതിനവർ കാരണം പറയുന്നത് ഈ കനിഷ്ക ദുരന്ത കാലഘട്ടത്തിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഇന്ത്യ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഇന്നും ആ തീവ്രവാദം കനേഡിയൻ മണ്ണിൽ നടക്കുന്നു എന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അത് ശരിയല്ല. ഇവരാരും തന്നെ തീവ്രവാദം നടത്തുന്നില്ല. ഇവരെല്ലാം ആക്ടിവിസമാണ് നടത്തുന്നത്. ആക്ടിവിസവും അതുപോലെ തന്നെ റൈറ്റ് ടു എക്സ്പ്രഷൻ ഒക്കെ കനേഡിയൻ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ആരോപണം ശരിയല്ല. ഇന്ത്യ ഊതി വീർപ്പിച്ചാണ് ഇത് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പന്നുവോ അല്ലെങ്കിൽ മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട നിജ്ജറോ ഒന്നും തന്നെ ഭീകരവാദികളല്ല. ദേ ആർ നോട്ട് ടെററിസ്റ്റ്, ദേ ആർ ഓൺലി ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു നിലപാടാണ് നമ്മൾ കാണാൻ കഴിയുക. നമുക്കിപ്പോൾ നിലവിൽ അത് പ്രധാനമായിട്ടും ഈ ജിഹാദി മാധ്യമങ്ങളൊക്കെ അൽ ജസീറ പോലെയൊക്കെയുള്ള മാധ്യമങ്ങൾ ഇത് വലിയ പ്രാധാന്യത്തോടെ ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരും പറയുന്ന ഇതാണ്, ഇന്ത്യയിൽ മുഴുവൻ
ന്യൂനപക്ഷങ്ങളെ മുഴുവൻ അടിച്ചമർത്തുകയാണ്, നശിപ്പിക്കുകയാണ്, എല്ലാ ന്യൂനപക്ഷങ്ങളെയും ചെയ്യുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അഭിപ്രായം പറയുന്നവർക്കും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അൽ ജസീറയൊക്കെ ഡോക്യുമെൻ്ററികൾ ഇറക്കുന്നത്. ഇത് പ്യുവറായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ പ്രചരണമാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും നടക്കുന്നത്. ഇനി കാനഡയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പത്രങ്ങളൊക്കെ വലിയ തോതിൽ ഈ ഖലിസ്ഥാൻ ലൈനാണ് അവർ അറിഞ്ഞോ അറിയാതെയോ പിന്തുടരുന്നത്. ഇന്ത്യ പറയുന്നതിൽ കാര്യമില്ല, പക്ഷേ ഇന്ത്യയാണ് ഈ നിജ്ജറിനെ കൊന്നത് എന്നുള്ളൊരു പ്രസ്താവന കഴിഞ്ഞ വർഷം ട്രൂഡോ പാർലമെൻറ്റ് നടത്തിയിരുന്നു. അതായത് ക്രെഡിബിൾ അലിഗേഷൻ എന്നൊക്കെയാണ് പറയുന്നത് പുള്ളി. ആരോപണങ്ങൾ ക്രെഡിബിൾ, അതിനകത്തെല്ലാം വീസൽ വേർഡ്സാണ് ഉപയോഗിക്കുന്നത്. വീസൽ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ടാൽ തോന്നും പൂർണ്ണമായും ശരിയാണെന്ന്, പക്ഷേ അവയൊക്കെ വളരെ വീഗായിട്ടുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള ഊഹാപോഹ അധിഷ്ഠിതമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഇന്നേ വരെ അതിന് വെക്കാൻ ട്രൂഡോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കറിയില്ല ഇന്ത്യയാണോ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് അല്ലയോ നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു പ്രസ്താവന കനേഡിയൻ പാർലമെൻറ്റിൽ ഇന്ത്യക്കെതിരെ ഒരു സൂര്യരാജ്യത്തിനെതിരെ നടത്തിയ ആളാണ് ട്രൂഡോ നടത്തിയത്. ട്രൂഡോ ഈ NDPയുടെ 25 MPമാരുടെ പിന്തുണയോടുകൂടിയാണ് പുള്ളി ഭരിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളി ഭരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവർ നിയന്ത്രിക്കുന്ന കീ കൊടുക്കുന്ന ഒരു പാവയെ പോലെയാണ്. ഞാൻ സൂചിപ്പിച്ചു, NDP എന്ന് പറഞ്ഞ ഒരു സിഖ് നേതാവാണ് ഇപ്പോൾ അതിൻ്റെ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ സിഖുകാരെല്ലാം അതിനകത്ത് പിടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഈ കാനഡയുടെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്ന റിലീജിയസ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് സിഖുകാർ, അവർ കൃത്യമായിട്ട് പോയി ബ്ലോക്കായിട്ട് പോയി വോട്ട് ചെയ്യുകയും അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ കനേഡിയൻ ഭൂരിപക്ഷം അവിടുത്തെ വൈറ്റ് പോപ്പുലേഷൻ, അല്ലാതെ പുറത്തുനിന്നുള്ള ഇപ്പോൾ ഹിസ്പാനിക്കോ യൂറോപ്യൻസോ ഏഷ്യൻസോ ഒക്കെ നോക്കുകയാണെങ്കിൽ അവരത്ര ഒരു ലക്ഷ്യത്തിനായിട്ട്, ഒരു മതപരമായ ലക്ഷ്യത്തിനായിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ഉമ്മത്ത് മോഡലിൽ അവർ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സ്കാറ്റേഡ് ആണ്, അവർ ഡിവൈഡഡ് ആണ്, അവർ ഓറിയൻറ്റഡ് അല്ല, അവർ വോട്ട് പോലും ചെയ്യാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് തച്ചിനിരുന്ന് വോട്ട് ചെയ്യുന്ന ഈ 2.17% മാത്രമുള്ള സിഖുകാർ യഥാർത്ഥത്തിൽ കനേഡിയൻ ഗവൺമെൻറ്റിനെ തന്നെ എന്താ പറയുക, ദേ ആർ റണ്ണിങ് ദ ഗവൺമെൻറ് ഇൻ മെനി വേയ്സ്, എസ്പെഷ്യലി എഗെയിൻസ്റ്റ് ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇന്ത്യ പോലൊരു വലിയൊരു രാജ്യത്തെ കനേഡിയൻ ഗവൺമെൻറ്റിന് വിശ്വാസമില്ല, അല്ലെങ്കിൽ അവരത് പരിഗണിക്കുന്നില്ല. അവർ ഈ ഖലിസ്ഥാൻ സെപ്പറേഷൻ മൂവ്മെൻറ്റ്സ് ആണ് അവർ ഇത് കൊടുക്കുന്നത്. അവർ ആക്ടിവിസ്റ്റാണ്. അവർ പഴയ കഥകൾ, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച കഥകൾ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇതൊക്കെ ആണ് അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ മന്ത്രിമാരും ഒക്കെ പറയുന്നത് എന്നുള്ളതാണ് രസം. എതിർപക്ഷത്ത് നിൽക്കുന്ന വലതുപക്ഷ കക്ഷിയുണ്ട്, അവിടെ കൺസർവേറ്റീവ് പാർട്ടിയുണ്ട്, ഒരു ബ്രിട്ടീഷ് മോഡലാണ്. അവരെ കുറച്ചുകൂടെ ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ഇപ്പോൾ ഈ ട്രൂഡോയുടെ ജനപ്രീതിയൊക്കെ വളരെ ശോകമാണ്, പക്ഷേ സ്റ്റിൽ ഈ സർവൈവിങ് ഈ പാർട്ടിയുടെ ഇതിൽ ആണ് സർവൈവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴിഞ്ഞ ജൂൺ 18 ഈ കനേഡിയൻ അതോറിറ്റി തന്നെ പലതവണ ഇൻട്രോഗേഷന് വിളിച്ച, കള്ള പാസ്പോർട്ട് വാങ്ങിച്ച് അവിടെ ചെന്ന, നിരന്തരമായിട്ട് ഈ ആയുധങ്ങൾ വെച്ചുള്ള ഫോട്ടോയൊക്കെ പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കുന്ന, വളരെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന, ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയ ജീവനാഡിയായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിജ്ജറിനെ ഇന്ത്യയുടെ അറിവോടുകൂടിയാണ് കൊന്നതെന്ന് പറയുന്ന ഒരു ആരോപണം ഒരർത്ഥത്തിൽ കിടക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം ചെയ്തത് എന്താണ്? ജൂൺ 18 ഇയാളുടെ കൊല ചെയ്യപ്പെട്ട ദിവസം അയാളോടുള്ള ബഹുമാന സൂചകമായിട്ട് ഹൗസ് ഓഫ് കോമൺസ്, കാനഡയിലെ അധോസഭ, നമ്മുടെ ലോക്സഭ പോലെ, അവിടെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 1 മിനിറ്റ് മൗനം ആചരിച്ചു എന്നുള്ളതാണ്. അവിശ്വസനീയമായിട്ട് തോന്നും. കാരണം സാധാരണ കനേഡിയൻ ജീവിതത്തിനോ അല്ലെങ്കിൽ കനേഡിയൻ ലൈഫിനോ ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവർക്കാണ് അത്തരത്തിലുള്ള ഒരു മാന്യത അല്ലെങ്കിൽ ഒരു ഓണർ കൊടുക്കാറുള്ളത്. ഇത് ഒരു ഡിക്ലെയർഡ് ആയിട്ടുള്ള, ഇന്ത്യ പറയുന്ന ഒരു ടെററിസ്റ്റാണ്, ഹീസ് വാണ്ടഡ്. ലൂധിയാന ബ്ലാസ്റ്റിലൊക്കെ ഇദ്ദേഹത്തെ ആവശ്യമുണ്ട്. 2007 വരെ ബ്ലാസ്റ്റിലെ മാസ്റ്റർ മൈൻഡാണ്. പിന്നെ അത്യാവശ്യം രേഖകളെല്ലാം ഉണ്ട്. പക്ഷേ അയാൾ ടെററിസ്റ്റായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പോട്ടെ, അതും അങ്ങ് സമ്മതിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത്ര സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ, അതും അയാളെ ഇന്ത്യ പോലെയുള്ള ഒരു സൗരരാജ്യം ടെററിസ്റ്റും വാണ്ടഡ് ടെററിസ്റ്റുമായിട്ട് നിരന്തരം പ്രഖ്യാപിക്കുകയും ആക്ഷൻ എടുക്കാനായിട്ട് കനേഡിയൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ടെററിസ്റ്റിനെ, അയാൾ മരിച്ച ദിവസം അയാളോടുള്ള ആദരസൂചകമായിട്ട് കാനഡയിലെ മുഴുവൻ MPമാരും
എന്നുവെച്ചാൽ താല്പര്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവിടുത്തെ സ്പീക്കർ പറയുകയാണ് നമുക്ക് 1 മിനിറ്റ് ഈ പറയുന്ന ഒരു മനുഷ്യന് വേണ്ടി നമുക്ക് മൗനം ആചരിക്കാം. പക്ഷേ ഇത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു അൾട്ടിമേറ്റ് ഇൻസൾട്ട് തന്നെയാണ്. കാരണം ഒന്നാലോചിച്ച് നോക്കൂ, ഈ കാനഡയിടയ്ക്ക് ആവശ്യമുള്ള അല്ലെ കാനഡ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ താമസിക്കുന്നു, അയാൾ കൊല്ലപ്പെടുന്നു. അത് കാനഡയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് അയാൾ കൊല്ലപ്പെട്ട അയാളുടെ മരണ ദിവസം നമ്മൾ വലിയൊരു ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗങ്ങളെല്ലാം എഴുന്നേറ്റ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെങ്ങനെയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് വലിയ തോതിലുള്ള ഒരു ഷോക്കിംഗ് ആയിരുന്നു ശരിക്കും സത്യത്തിൽ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് കുറേ കഴിഞ്ഞ് നമ്മൾ കുറേ നാളായിട്ട് അത്രയും ഡൈഡായിരുന്നു, അധികം കേൾക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈയിടെ വാരിസ് പഞ്ചാബ് ദേ എന്ന് പറയുന്ന ഒരു സംഗതി, അതുമായി ബന്ധപ്പെട്ട് അമൃത്പാൽ സിംഗിൻ്റെ ഒരു അറസ്റ്റും അദ്ദേഹത്തിൻ്റെ ഒരു പലായനവും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ലൈവുകൾ ചെയ്തതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമൃത്പാൽ സിംഗിനെ അവസാനം അറസ്റ്റ് ചെയ്തു. പുള്ളി ഈ ലഹരിയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്നു, പിന്നെ കള്ളുകുടിയിൽ നിന്ന് മോചിപ്പിക്കുന്നു, അത് നല്ല നല്ല ശീലങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് പല പല രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു, പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിലും UAE ഒക്കെ താമസിച്ച ഒരു ജീൻസും ഒക്കെ ആയിട്ട് അതുപോലെ ആധുനിക വേഷമൊക്കെ ധരിച്ചിരുന്ന ആൾ പെട്ടെന്ന് മതവേഷത്തിലേക്ക് വരുന്നു, ബിന്ദ്രൻവാലയെ ഉണർത്തുന്നു, ബിന്ദ്രൻവാലയുടെ ഓർമ്മ ഉണർത്തുന്നു, മതപരമായ ശീലങ്ങളിലേക്ക് വരുന്നു. ഈ വാരിസ് പഞ്ചാബ് ദേ എന്ന് പറഞ്ഞാൽ പഞ്ചാബിൻ്റെ അവകാശികൾ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. അവിടെ ആ സംഘടനയ്ക്കുള്ളിൽ അതൊക്കെ എല്ലാം ഇത് ചെയ്തുകൊണ്ട് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ആയിട്ട് അവസാനം നമുക്കറിയാം ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് പോയത്, ആ പ്രതിയെ ഈ വാരിസ് പഞ്ചാബ് ദേയും അമൃത്പാൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചിട്ട് പോലീസുകാർ പേടിച്ച് പ്രതിയെ വിട്ടുകൊടുക്കുന്നു. ആ സംഭവം ഉണ്ടായി കഴിഞ്ഞ വർഷം നമുക്കറിയാം. അങ്ങനെയാണ് ഇയാളെ പിടികിട്ടാപ്പുള്ളിയായിട്ട് ഇയാൾ പലയിടത്തായിട്ട് പോകുന്നു, ഇയാളെ ചേസ് ചെയ്യുന്നു, അവസാനം പിടിച്ചിട്ട് ആസാമിലെ ഒരു ജയിലിലാണ് ഇയാളുടെ കൂട്ടാളികളെയും പാർപ്പിക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ സമയത്തായപ്പോൾ ഇയാൾ എക്കാലത്തും പറഞ്ഞിരുന്ന തനിക്ക് രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യമില്ല. ഈ ബിന്ദ്രൻവാല, ജർണൈൽ സിംഗ് ബിന്ദ്രൻവാല, പുള്ളിയുടെ ആശയം ഞാൻ 2ാം ബിന്ദ്രൻവാലയാണ് എന്നൊക്കെയുള്ള ഒരു മെസ്സേജാണ് പുള്ളി കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ഷനോ അല്ലെങ്കിൽ ജനാധിപത്യത്തിലോ ഒന്നും ഒരു താല്പര്യമില്ല, ജനങ്ങളെ ശുദ്ധീകരിക്കുക, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇയാൾ ജയിലിൽ കിടന്നിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഇയാൾ ഇലക്ഷന് നിൽക്കില്ല എന്നായിരുന്നു. ഇയാളുടെ പിതാവും പറഞ്ഞുകൊണ്ടിരുന്ന ഇലക്ഷൻ നിൽക്കില്ല, എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനം അയാൾ ഇലക്ഷന് നിന്നു. ഇയാൾ നിന്നു. പഴയ നമ്മുടെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കോൺസ്റ്റബിൾമാരിൽ ഒരാളായിട്ടുള്ള ബിയാൻ സിംഗിൻ്റെ മകനും അയാൾ പണ്ടേ നിൽക്കുന്നതാണ്, കുറേ ഇലക്ഷനൊക്കെ തോറ്റ ആളാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഈ കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷനിൽ പഞ്ചാബിൽ നിന്ന് സ്ഥാനാർത്ഥികളായിട്ട് നിന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ജയിലിൽ കിടക്കുന്ന വോട്ടവകാശം ഇല്ലാത്ത ആൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയും മറ്റുള്ളവർക്ക് അയാൾ വോട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഇന്ത്യയുടെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഒരു സവിശേഷത. അങ്ങനെ അമൃത്പാൽ സിംഗ് ഇലക്ഷന് നിൽക്കുന്നു, ബിയാൻ സിംഗിൻ്റെ മകനും ഇലക്ഷൻ നിൽക്കുന്നു. ഇവർ രണ്ടുപേരും തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അമൃത്പാൽ സിംഗിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 2 ലക്ഷത്തോളം, 1,97,000 വോട്ടിനാണ് അമൃത്പാൽ സിംഗ് അവിടെ നിന്ന് ജയിക്കുന്നത്. പഞ്ചാബിലെ മൊത്തം 13-14 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 9 എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് കിട്ടി, ബാക്കി 3 ആം ആദ്മി പാർട്ടിക്ക് കിട്ടി, ബാക്കി 2 സ്വതന്ത്രരാണ്. ഈ സ്വതന്ത്രർ ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും വരുന്നത്, വാരിസ് പഞ്ചാബ്. ഇത് ഈ ഇലക്ഷൻ റിസൾട്ടിനിടയിൽ മുങ്ങിപ്പോയ ഒരു കാര്യമാണ്, പലരും അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. അമൃത്പാൽ സിംഗും ഇന്ത്യൻ പാർലമെൻറ്റിലെ മെമ്പറാണ്. പുള്ളി വന്ന് സത്യപ്രതിജ്ഞ ചെയ്തൊന്നും കഴിയില്ല, കാരണം ഹീസ് ഇൻ ജയിൽ. പിന്നെ ബിയാൻ സിംഗിൻ്റെ മകൻ അത്രയും കുഴപ്പമില്ല. പക്ഷേ ബിയാൻ സിംഗ് ആരാണെന്ന് നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഒരു കോൺസ്റ്റബിളാണ്. അപ്പം ഇതാണ് അമൃത്പാൽ സിംഗിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി. അത് ഖഡൂർ സാഹിബ് പഞ്ചാബിൽ. നോക്കൂ, ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന 4,04,430 വോട്ടാണ് പുള്ളിക്ക് കിട്ടുന്നത്. ഭൂരിപക്ഷം 1,97,000. അത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 2 ലക്ഷം വോട്ടാണ് കിട്ടുന്നത്. ആം ആദ്മി പാർട്ടി നിൽക്കുന്നു 1,94,000. അപ്പം ഈ 2 പാർട്ടിയും കൂടെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ പോലും അമൃത്പാൽ സിംഗ് ജയിക്കുമായിരുന്നു എന്നുറപ്പാണ്. ശിരോമണി അകാലിദൾ നിൽക്കുന്നു, 86,000 വോട്ട് വാങ്ങിക്കുന്നു. BJPക്ക് 86,000 വോട്ട്. ഒരുപാട് ഈ കാൻഡിഡേറ്റ് തന്നെ, ഞാനിത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് എടുത്താണ്. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഏതാണ്ട് 30ഓളം കാൻഡിഡേറ്റ്സ് നിൽക്കുന്നുണ്ട്. അമൃത്പാൽ സിംഗ് കയറി നിൽക്കുന്നു. അവിടെയുള്ള ജനം വോട്ട് ചെയ്തു എന്നുള്ള എന്ന് പറയുമ്പോൾ
വളരെ ആപൽക്കരമായിട്ടുള്ള ചില സൂചനകൾ അതിനകത്തുണ്ട് എന്നാണ്. ബാക്കി എല്ലാ പാർട്ടികളും നിർത്തിയിട്ടുണ്ട്, നോക്കൂ, ആരും മാറി നിൽക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും എസ്കോട്ട് അറൗണ്ട് 4 lakh വോട്ട്സ്. ഇത് മറ്റൊരു ഇതാണ് ഫരീദ് കോട്ട്, പഞ്ചാബ്. ഇവിടെയാണ് ഈ സർജിത് സിംഗ് ഖൽസ എന്ന് പറയുന്നത്. ഇയാളാണ് ബിയാൻ സിംഗിൻ്റെ മകൻ. അയാൾക്ക് 2,98,000 വോട്ട് കിട്ടി. അയാളുടെ ഭൂരിപക്ഷം 70,000 വോട്ടിനാണ് അയാൾ ജയിക്കുന്നത്. അവിടെ ആം ആദ്മി പാർട്ടി 2ാം സ്ഥാനത്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുന്നു, ശിരോമണി അഗർവാൾ നിൽക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി നിൽക്കുന്നു. അവരെല്ലാം വോട്ട് നോക്കുക. ആം ആദ്മി പാർട്ടിക്ക് 2,28,000, കോൺഗ്രസിന് 1,60,000, ശിരോമണി അകാലിദളിന് 1,38,000, BJPക്ക് 1,35,000. ഇത്രയും ഇവിടെയുണ്ട് ഒരു 10-30 സ്ഥാനാർത്ഥിമാർ. ഇവിടെ രണ്ടിടത്തും ഈ ഭീകരവാദികൾ അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റോട് അനുഭാവമുള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടവർ, ഇവർക്ക് 2 പേർക്ക് പഞ്ചാബിൽ വിജയമുണ്ടായി എന്നുള്ളത്. അതുപോലെ തന്നെ കർഷക സമരം എങ്ങനെയാണ് ഓർക്കസ്ട്രേറ്റ് ചെയ്തതെന്നും അതിൻ്റെ ചരടുകൾ എവിടെ നിന്നൊക്കെ ആയിരുന്നെന്നും അതിന് വന്ന പണവും സംഘാട മികവും അതിനകത്ത് വന്ന അതിൻ്റെ മൈറ്റും, കനേഡിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ട്രൂഡോ തന്നെ ബഹളം ഉണ്ടാക്കാമായിരുന്നു. ഇതെന്താണ് ഈ ചെയ്യുന്നത്? അതെല്ലാം അവിടുത്തെ MP-മാർ ബഹളം ഉണ്ടാക്കുന്നതനുസരിച്ച് ട്രൂഡോ ബഹളം ഉണ്ടാക്കും. ഇതേ ട്രൂഡോയ്ക്ക് സ്വന്തം നാട്ടിൽ ട്രക്ക് ഡ്രൈവേഴ്സ് ഒരു സമരം നടത്തിയപ്പോൾ പുള്ളി അവസാനം ഈ ഇന്ത്യയിലെ കർഷക സമരം നോക്കി പറഞ്ഞിരുന്നത് കർഷകർക്ക് ഇത് കൊടുക്കണം, അത് കൊടുക്കണം, അവരെ റൈറ്റാണ് എന്ന്, അവർ അത് അടിച്ചമർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ അതേ ആൾ അക്രമ സമരങ്ങളിലേക്ക് തിരിയുന്ന ട്രക്ക് ഡ്രൈവേഴ്സിനെ അവസാനം അടിച്ചമർത്തുക തന്നെയാണ് ചെയ്തത്. പക്ഷേ അത് കാനഡയിലാണല്ലോ. ഇന്ത്യയിൽ നടക്കുന്നൊരു കാര്യത്തിന് അഭിപ്രായങ്ങൾ പറയാം. കാരണം അതിന് പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർഷകരിൽ പലരും സിഖ് വംശജരാണ്, സിഖ് വംശജരുടെയൊക്കെ കസ്റ്റോഡിയൻ അല്ല ഇന്ത്യൻ വംശജരുടെയൊക്കെ കസ്റ്റോഡിയൻ തങ്ങളാണെന്നുള്ള രീതിയിലാണ് ട്രൂഡോ പറഞ്ഞത്. ഇന്ത്യക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാമായിരുന്നു, ഈ ട്രക്ക് ഡ്രൈവേഴ്സിൽ പലരുടെയും ബന്ധുക്കൾ ഇന്ത്യക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾ വളരെ കൺസേൺഡ് ആണ്, അവരുടെ റൈറ്റ് നിങ്ങൾ അംഗീകരിക്കണം എന്ന് ട്രൂഡോയോട് പറയാം. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ ഒരു സോവറിൻ കൺട്രിയോട്, ഒരു ഫ്രണ്ട്ലി കൺട്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത ലാംഗ്വേജും ഭാഷയും രീതിയും ഒക്കെയാണ് എപ്പോഴും ട്രൂഡോ ഉപയോഗിച്ചിരുന്നത്. ട്രൂഡോ സ്വന്തം അതിജീവനത്തിന് വേണ്ടിയാണ് ഒരു വലിയൊരു രാജ്യത്തെ ശത്രുവാക്കി എന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും ഒരു വളരെ അൺഈസി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്. അങ്ങനെ ഇരിക്കെ ഈ വിഷയം നോക്കൂ. കനേഡിയൻ പാർലമെൻറ്റ് ഹോൾഡ്സ് എ മൊമെൻറ്റ് ഓഫ് സൈലൻസ് ഫോർ നിജ്ജാർ കില്ലിംഗ് ആനിവേഴ്സറി. ഇന്ത്യ സേസ് ഇറ്റ് വിൽ മോൺ കനിഷ്ക വിക്ടിംസ്. അപ്പം ഇത് 18-ാം തീയതിയിലെ 19 വാർത്തയാണ്. 18-ാം തീയതിയിലെ ഈ പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം മോൺ ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവർ വിലപിച്ചപ്പോൾ ഈ ഒരു ടെററിസ്റ്റിന് വേണ്ടി പാർലമെൻറ്റ് ഇന്ത്യയെ ഇത് ആരെയും ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂഡോ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പ്രസ്താവനയായാലും ഈ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഈ അനുസ്മരണമായാലും എല്ലാം ഇന്ത്യ വിരുദ്ധമാണ്, ഇന്ത്യക്കെതിരെയുള്ള ഒരു സംഗതി തന്നെയാണ്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും സൂചിച്ചിട്ടുണ്ട്, ഈ കാനഡയിൽ ഏതാണ്ട് 2.17 സിഖുകാരുള്ളപ്പോൾ തന്നെ 2.37 ഹിന്ദുക്കൾ, ഇന്ത്യൻ ഹിന്ദുക്കൾ അവിടെ ഉണ്ട്, ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഉണ്ട്, വേറെ ഒരുപാട് ഇന്ത്യയിലുള്ള പല പല വിഭാഗക്കാരുമുണ്ട്. പക്ഷേ ഇവർക്കാർക്കും ഈ ബ്രാംപ്ടൺ പോലൊരു സ്ഥലമില്ല. ഇതേപോലെ ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ അതിശക്തവും തീവ്രവുമായിട്ടുള്ള മതപ്രവർത്തനവും ഇല്ല. അത് സ്വാഭാവികമായിട്ടും അവർ തിരഞ്ഞെടുപ്പിലും പിടിമുറുക്കിയിരിക്കുകയാണ്, പാർലമെൻറ്റിലെ സീറ്റിലും പിടിമുറുക്കുകയാണ്. 25 സീറ്റാണ് അവർക്കുള്ളത്. അത് വളരെ ഈ ജനാധിപത്യത്തിൽ എങ്ങനെ ഇത്തരം ശക്തികൾക്ക് പെട്ടെന്ന് വേരോട്ടം ഉണ്ടാകുകയും ജനാധിപത്യത്തെ തന്നെ ഹൈജാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് കാനഡയിൽ നടക്കുന്നത്. ഇതാണ് പാർലമെൻറ്റ് അംഗങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളത്. നോക്കൂ, സ്പീക്കർ പറഞ്ഞുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ആർക്ക് വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറയുന്ന ഒരു ഖാലിസ്ഥാൻ തീവ്രവാദിക്ക് വേണ്ടി. അയാളെ കൊലപാതകം അന്വേഷിക്കണം, ഇന്ത്യക്ക് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ ഇന്ത്യക്ക് അതിൻ്റേതായിട്ടുള്ള ശിക്ഷ ആയിക്കോട്ടെ, അതൊക്കെ ശരിയാണ്, അവർ പറയുന്നത് ശരിയാണ്. പക്ഷെ അവർ തെളിവൊന്നും വെക്കുന്നില്ലല്ലോ. തെളിവുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ കാണിക്കുന്ന എന്ത് പരിപാടിയാണ് ഇങ്ങനെ? യഥാർത്ഥത്തിൽ ഈ കാനഡ ആയാലും അമേരിക്ക ആയാലും ഈ കനിഷ്ക ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കിന് മുന്നേ ലോകത്ത് നടന്ന ഏറ്റവും വലിയ വിമാന തീവ്രവാദമാണ്, അല്ലെങ്കിൽ ദുരന്തമാണ്, അല്ലെങ്കിൽ ബ്ലാസ്റ്റാണ്. അപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ ഉണ്ടായപ്പോൾ അമേരിക്കയ്ക്ക് എന്തുമാത്രം നൊന്തു, അവരെങ്ങോട്ടൊക്കെ പടയോട്ടം നടത്തി, അവരെന്തെല്ലാം ചെയ്തു കൂട്ടി, അവർക്ക് എന്ത് വലിയ ഷോക്കായിരുന്നു. പക്ഷേ ഇത് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതേ മൂവ്മെൻറ്റ് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളാണ് ഈ നിജ്ജാർ എന്ന് പറയുന്നത്. നിജ്ജാർ ഈ ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സും ടൈഗർ ഫോഴ്സും അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ നിലവിൽ കാനഡയിലെ അന്താരാഷ്ട്ര തലത്തിലുള്ള അതിൻ്റെ നേതാവായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചിലർ പറയും
ഇതേപോലെയുള്ള സംഘടനകളുടെ നേതാവാകുന്നത് എത്ര ബുദ്ധിമോശമാണെന്ന് നിജറിന് അറിയാമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ പണിയാണ് ചെയ്യുന്നത്. ഇയാൾ പല ഗുരുദ്വാരകളിൽ നടത്തിയിട്ടുള്ള വളരെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രസംഗങ്ങളുടെ വീഡിയോസ് ലഭ്യമാണ്. അതിലെല്ലാം അയാൾ പറയുന്ന ഒരേ കാര്യമാണ്. പക്ഷേ കാനഡിയൻ ഗവൺമെൻറ് പറയുന്ന അയാൾ ഈ എന്താണ് പറയുന്നത്, കുറയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയുന്നോണം കുറയ്ക്കുന്നേ ഉള്ളൂ, കടിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന് എതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ ഈ മെസ്സേജ് ടു കാനഡ, ജയശങ്കർ സേസ് 1985 കനിഷ്ക ബോംബിംഗ് റിമൈൻഡർ ടെററിസം ഷുഡ് നെവർ ബി ടോളറേറ്റഡ്. കനിഷ്ക ദുരന്തത്തിൻ്റെ വാർഷികം കൂടിയായിരുന്നു. ഇപ്പോൾ 1985 ഇപ്പോൾ സ്വാഭാവികമായിട്ടും 39th ആനിവേഴ്സറി ആയ ദിവസം ജൂൺ 23 അതായത് ഇന്നലെ പുള്ളി നടത്തിയൊരു പ്രസൻറ്റേഷൻ, പുള്ളി നടത്തിയൊരു പ്രസ്താവനയിൽ പുള്ളി പറയുന്നുണ്ട്, ഇത് നമ്മൾ ഓർക്കണം, ടെററിസം ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ശരിക്കും ഒരു കാനഡയെ മോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യ, രണ്ട് രീതിയിലാണ് ഇതിനെ റിയാക്ട് ചെയ്തത്. ഇന്ത്യ ഇതിനെ അതിശക്തമായിട്ട് നയതന്ത്ര തലത്തിൽ അപലപിച്ചു, ഈ മെമ്പേഴ്സെല്ലാം എഴുന്നേറ്റ് നിന്ന് അനുസ്മരിച്ചതിന്. രണ്ടാമത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു, ഇതാണ് യഥാർത്ഥത്തിൽ അനുസ്മരിക്കേണ്ടത്. കനിഷ്ക ദുരന്തം, ഇത്രയും ആളുകൾ മരിച്ചു, അതിനകത്ത് വേണ്ടത്ര അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടില്ല, വേണ്ടത്ര ശിക്ഷ കൊടുത്തിട്ടില്ല, അതിൻ്റെ കോമ്പൻസേഷൻ ശരിക്കും കൊടുത്തിട്ടില്ല, നിങ്ങളത് അണ്ടർമൈൻ ചെയ്തു, നിങ്ങളത് ട്രിവിയലൈസ് ചെയ്തു, അവരെയാണ് ഓർക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഈ കനിഷ്ക ദുരന്തത്തിൻ്റെ ഈ ബന്ധുക്കൾ, അതിനകത്ത് മരിച്ചവരുടെ ബന്ധുക്കൾ അതിൻ്റെ അനുസ്മരണം നടക്കുമ്പോൾ അതിനെ തടയാനായിട്ട് ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾ കാനഡയിൽ പലയിടങ്ങളിൽ ശ്രമിക്കുന്നതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നത്, അവരൊരു ഗൂഢാലോചന സിദ്ധാന്തമാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ കനിഷ്ക എയർ ഇന്ത്യയുടെ വിമാനം 329 പേര് മരിച്ച ആ വിമാനം ബോംബിട്ട് തകർത്തത് ഇന്ത്യയാണ് എന്നാണ്. എങ്ങനെയുണ്ട്? ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അറ്റാക്കെല്ലാം ഇൻസൈഡ് ജോബാണ്, അമേരിക്ക തന്നെ ചെയ്തതാണ് എന്നൊക്കെ പറയുന്ന ചില കോണുകളിൽ നിന്ന് വരുന്ന ചില ഇതുണ്ടല്ലോ, അതിന് കുറേ ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ എന്തും ചെയ്തിട്ട് വേറെ, ഇപ്പോൾ ഐസിസ് ആണെങ്കിൽ അത് ഇസ്രയേലിൻ്റെ ആണ്, അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചത് അമേരിക്കയാണ്, കനിഷ്ക വിമാനം തകർത്തത് ഇന്ത്യയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഇത് ഒരേ പാറ്റേണിലുള്ള മത തീവ്രവാദം അല്ലെങ്കിൽ ടെററിസത്തിൻ്റെ ഒരു ആയിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചന സിദ്ധാന്തം. അത് മിക്കവാറും ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് നമുക്കൊരു ഒരേ പാറ്റേണിൽ ഈ സാധനം പുറത്തു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇവരെ ആരോപണം. അതുകൊണ്ട് ബന്ധുക്കളോട് പറയുന്നത്, നിങ്ങൾ ഇന്ത്യക്കെതിരെ പ്രതികരിക്കും, ഇന്ത്യയാണ് ആ വിമാനം ബോംബിട്ട് തകർത്തത്, അല്ല ഞങ്ങളല്ല. അപ്പോൾ ചോദിക്കും ടോക്കിയോയിലെ വിമാനം, അതും ഇന്ത്യയാണ്. അപ്പോൾ ഇവരൊക്കെ പ്രസംഗിച്ചതോ അതൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, ഞങ്ങൾ അങ്ങനെയുള്ള ലീഡേഴ്സല്ല. ഈ പന്നുവിനെ തന്നെ അൽ ജസീറയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. പന്നുവിനോട് ചോദിക്കുന്നു, ഈ സിഖ് തീവ്രവാദവും ഖാലിസ്ഥാൻ തീവ്രവാദവും ഒക്കെ കാനഡയിൽ നടക്കുന്നുണ്ടോ? അങ്ങനൊരു സമ്മതിക്കുകയില്ല. അല്ല അതിപ്പോൾ കൂടി വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയില്ല. നിങ്ങൾക്കതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമില്ല. ഞാൻ വളരെ മിടുക്കനാണ്, ഒരു പ്രശ്നവുമില്ല. ഈ പന്നു ഈ അടുത്തിടെ 2023 നവംബറിൽ അയാൾ ഭീഷണി മുഴക്കിയായിരുന്നു ഈ സിഖുകാരോട് തന്നെ പറയുന്നുണ്ട്, കാനഡയിലുള്ള ലോകത്തുള്ള സിഖുകാരൊന്നും എയർ ഇന്ത്യയിൽ കയറാൻ പോകരുത്, അതിന് മിക്കവാറും നമ്മളൊരു പണി കൊടുക്കാനിരിക്കുകയാണ്, എയർ ഇന്ത്യയിൽ കയറരുതെന്ന്. അപ്പോൾ ഈ ഒരു ത്രെട്ട് പോലും വളരെ സീരിയസ് ആയിട്ട് കനേഡിയൻ ഗവൺമെൻറ് എടുത്തില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞു ഞങ്ങളിത് വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇയാൾ പരസ്യമായിട്ട് പറയുകയാണ്. ഇയാൾ എന്നിട്ട് പറഞ്ഞതെന്നറിയോ, ഇത് ഞാനതൊന്നുമല്ല പറഞ്ഞത്, ഞാൻ ഈ എയർ ഇന്ത്യ ബഹിഷ്കരിക്കണമെന്ന് സിഖുകാരോട് ആവശ്യപ്പെടുകയാണ്. എയർ ഇന്ത്യ ബഹിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ബേസിക്കലി അത് ഇന്ത്യക്കെതിരെയുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ ഒരു സ്വത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. കാനഡ അതൊന്നും ടോളറേറ്റ് ചെയ്യാനേ പാടില്ലാത്തതാണ്. ഇപ്പോൾ എയർ കാനഡ എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട്. ഞാൻ അടുത്തിടെ അതിനകത്ത് ഒരെണ്ണത്തിൽ കയറിയതാണ്. അയ്യോ എന്ത് പൊളിപ്പൻ വിമാനമെന്നറിയാമോ. ഞാൻ കുറേ വിമാനങ്ങളിൽ യാത്ര ചെയ്തു, ഒരു 23 ദിവസത്തിനുള്ളിൽ ഒരു 11 വിമാനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ എയർ കാനഡ വിമാനമായിരുന്നു അതിനകത്ത് ഏറ്റവും ഒരേ പൊളി. വിമാനം ടൊറൻറ്റോയിൽ നിന്ന് 6:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ 3 മണിയാകുമ്പോൾ അവിടെ വരുന്നു. അന്നേരം പറയുകയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ടൊറൻറ്റോയിൽ നിന്ന് എവിടെയോ ടെക്സസിലേക്ക് വരുന്നൊരു വിമാനം, വൈകിട്ട് 6 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞ വിമാനം അവർ പറയുകയാണ് 9 മണിക്കേ വിടുമെന്ന്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഇത്രയും സമയം ഇങ്ങനെ ഇരിക്കും, നമ്മൾ പുറത്ത് പോയി. അങ്ങനെയാണ് ഞാൻ ആ കനേഡിയൻ നാഷണൽ ടവറിലൊക്കെ പോയി അതിനകത്ത് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തൊന്ന് ചുറ്റി അടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ന്യായങ്ങൾ. എയർ കാനഡയുടെ ഒരാളിഞ്ഞോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ 2.5 മണിക്കൂർ മുന്നേ വരേണ്ടതാണ്,
അതുകൊണ്ട് നിങ്ങളുടെ ലഗേജ് കയറ്റാൻ ഞങ്ങൾ ഇപ്പോൾ മിസ്സായിപ്പോയെന്നൊക്കെ പറഞ്ഞ് കുറേ ലെക്ചറിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അകത്ത് കയറിയപ്പോൾ എന്താ വീണ്ടും 9 എന്നുള്ളത് 9:30, 10, 10:30, 11. അത് ഒന്നും അവരൊന്നും പറയുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എയർ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇത്രയും ഒരു പ്ലെയിൻ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ എന്ന് അവരെ ചീത്ത വിളിക്കും. ഇവിടെ ഇരിക്കുന്ന യാത്രക്കാരും ഒന്നും മിണ്ടുന്നില്ല. 11:30 കഴിഞ്ഞിട്ടാണ് ആ വണ്ടി അവിടെ എടുക്കുന്നത്. ഞാൻ ടെക്സസ് ചെന്നപ്പോൾ 3 മണിയായി രാത്രി. അവിടെ നിന്ന് അത്താഴം കഴിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നതാണ്. ആ ഒരു രീതിയിൽ ആണ് യാത്ര സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ 3 മണി കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അതാണ് ഞാൻ എയർ കാനഡയെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ഈ ബഹിഷ്കരണം എന്ന് പറയുമ്പോൾ ഒരു എയർ ഇന്ത്യ, അന്ന് എയർ ഇന്ത്യ ടാറ്റയുടെ കയ്യിലല്ല, ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ അതിനെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരിതാണ്. അതിനുള്ള വളവും അവസരമൊക്കെ ഇവർ വളരെ അഭിമാനപൂർവ്വമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് പന്നു നടത്തിയ ഇത് 2023 നവംബർ 10-നാണ്. കാനഡ ടൈറ്റൻസ് എയർ ഇന്ത്യ സെക്യൂരിറ്റി ആഫ്റ്റർ ത്രെറ്റ് വീഡിയോ ബൈ ഖാലിസ്ഥാനി എക്സ്ട്രീമിസ്റ്റ് ഗുർപന്ത് സിംഗ് പന്നൂൻ. ഇയാളായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ he claimed that Delhi's Indira Gandhi International Airport would remain shut on November 19. That is the name, and the name would be in November 19 എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ദിവസം കൂടിയായിരുന്നു. അന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ അവിടെ കനേഡിയൻ മണ്ണിലിരുന്ന് ഭീഷണിപ്പെടുത്തുകയും എന്നിട്ട് അയാൾ പറഞ്ഞെന്താണ്, ഡോണ്ട് ഫ്ലൈ ഇൻ എയർ ഇന്ത്യ ആഫ്റ്റർ November 19. യുവർ ലൈവ്സ് മേ ബി ഇൻ ഡേഞ്ചർ. വി ആർ ആസ്കിങ് ദ സിക്ക് പീപ്പിൾ നോട്ട് ടു ഫ്ലൈ വയ എയർ ഇന്ത്യ. വളരെ കൃത്യമായ ഭീഷണിയും ഇന്ത്യ വിരുദ്ധ പ്രചരണം അവിടെ നടത്തിയിട്ട് ഇയാൾക്കെതിരെ യാതൊരു നടപടിയും കാനഡ എടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവരൊരു ആശയപ്രകാശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാം. ഇവരൊന്നും ആക്ട് ചെയ്യുന്നില്ലല്ലോ, ഇവർ കുറയ്ക്കുന്നതേ ഉള്ളൂ, കടിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെന്ത് ചെയ്യും എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തൊരു കൃത്യമായൊരു അജണ്ട ഉണ്ട്. ഇത് അവരുടെ പുതുതായിട്ട് വന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ്, കാനഡാസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പാബ്ലോ റോഡ്രിഗസ്. ഇയാൾ ക്യൂബക് റീജിയനിൽ, അവരുടെ ഫ്രഞ്ച് റീജിയൻ ഉണ്ട്, അവിടെ നിന്ന് വരുന്ന കക്ഷിയാണ്. പുള്ളി പറഞ്ഞു, അവർ ഗവൺമെൻറ് ടേക്സ് എനി ത്രെറ്റ് ടു ഏവിയേഷൻ എക്സ്ട്രീംലി സീരിയസ്ലി ആൻഡ് വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് റീസെൻറ്റ് ത്രെറ്റ്സ് സർക്കുലേറ്റിംഗ് ഓൺലൈൻ ക്ലോസ്ലി ആൻഡ് വിത്ത് അവർ സെക്യൂരിറ്റി പാർട്ട്നേഴ്സ്. നമ്മുടെ സെക്യൂരിറ്റി പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അമേരിക്ക, ഇങ്ങനെ ഇവരാണ് ഇവരുടെ സെക്യൂരിറ്റി പാർട്ട്നേഴ്സ്. 4 eyes എന്നോ അങ്ങനെയാണ് അതിൻ്റെ പേര്. 4 eyes 5 eyes ഞാൻ ഓർക്കുന്നില്ല വ്യക്തമായിട്ട്. പക്ഷേ ഇവരാണ് ഈ ബ്രിട്ടീഷ് രാജ്യങ്ങൾ പഴയ. ഇതൊക്കെ ഭയങ്കര സെക്യൂരിറ്റി ത്രെട്ടായിട്ടൊക്കെ എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒന്നുമില്ലെങ്കിൽ ഈ പന്നുവിനെ വിളിച്ച് എന്താണ് നീ ഇത് പറഞ്ഞിരിക്കുന്നത്, നീ ഇവിടെ ഇരുന്നുകൊണ്ട് വേറെ ഒരു രാജ്യത്തിൻ്റെ ഒരു നാഷണൽ എയർലൈൻസിനെതിരെ സംസാരിക്കുന്നു, അതിനകത്ത് യാത്ര ചെയ്യുന്ന സിഖുകാരോട് ആവശ്യപ്പെടുന്നു, വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഇവിടെ നടക്കില്ല എന്ന് പറയുന്നു, ഇന്ദിരാഗാന്ധി എയർപോർട്ടിൻ്റെ പേര് മാറ്റുമെന്ന് പറയുന്നു, എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വളരെ സീരിയസ് ആയിട്ട് ഇയാളെ പിടിച്ച് ഓൺലൈൻ ത്രെട്ടുകളുടെ പുറകെ പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എന്താണ് അവർ ചെയ്തത്? അവർ ഒന്നും ചെയ്യുന്നില്ല. അത് അവർ ഇന്ത്യ എങ്ങനെയെങ്കിലും ഒരു ഒരു ലോകശക്തി ആവുന്നത് യഥാർത്ഥത്തിൽ ഇവർക്കാർക്കും വലിയ താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് കാനഡയെ സംബന്ധിച്ച് എന്താണ്, അമേരിക്കയുടെ ഒരു പപ്പറ്റ് എന്നല്ലാതെ കാനഡയ്ക്ക് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒരു ക്ലൗട്ടൊന്നുമില്ല. അമേരിക്ക എവിടെയെങ്കിലുമൊക്കെ, അമേരിക്കയുടെ സൈന്യം നിങ്ങൾക്കറിയാം, അമേരിക്കൻ ടെറിട്ടറി അല്ല ഡിഫെൻഡ് ചെയ്യുന്നത്. അവർ വേറെ സ്ഥലങ്ങളിൽ പോയാണ് യുദ്ധം ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാഖിലും അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അവിടെയൊക്കെ പോകുമ്പോൾ അവർ കൂടെ കൊണ്ടുപോകുന്നില്ല, ബോവന് മുകളിൽ പട്ടിയെ പോലെ കൊണ്ടുപോകുന്ന ഒരു സേനയാണ് ഈ കനേഡിയൻ സേന എന്ന് പറയുന്നത്. അവർക്ക് അതിനപ്പുറമൊന്നുമില്ല. അപ്പം അമേരിക്കയെ കൂടി സ്വാധീനിക്കുക. അതിനുശേഷം ഈ പന്നുവിനെതിരെ ഒരു വധശ്രമം നടത്തിയെന്ന് പറഞ്ഞ് പന്നുൻ ഭയങ്കര ബഹളം ഉണ്ടാക്കി. അത് അമേരിക്കയാണ് റിപ്പോർട്ട് ചെയ്തത്. അത് നശിപ്പിച്ചു, ആ ഒരു ശ്രമം അബോർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് നോക്കുക, ഇത് അൽ ജസീറയിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. അന്ന് സെപ്റ്റംബർ 2021 ഈ ട്രൂഡോ അവിടെ പാർലമെൻറ്റിൽ നടത്തിയ പ്രഭാഷണത്തിന് ശേഷമാണ്. അപ്പം അതിനെതിരെ ആൻഡ്രൂ മെട്രോവിക്ക എന്ന് പറയുന്നൊരു പുള്ളിയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പുള്ളി പറഞ്ഞ ഒരു കാര്യം, ഇഫ് ഇന്ത്യ കിൽഡ് എ കനേഡിയൻ സിഖ്, ട്രൂഡോ ആൻഡ് അതർ ലിബറൽ PMs ആർ അറ്റ് ഫോൾട്ട്. പുള്ളിയുടെ വാദം ഇത്രയുള്ളായിരുന്നു, ഇന്ത്യ ആണ് ഈ നിജാറിനെ കൊന്നതെങ്കിൽ അത് അവിടുത്തെ കനേഡിയൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഫോൾട്ടാണ്.
ആൻഡ് മറ്റ് ലിബറൽ പ്രൈം മിനിസ്റ്റേഴ്സും, അദ്ദേഹത്തിന് മുന്നേ ഉള്ള ലിബറൽ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റേഴ്സും. കനേഡിയൻ സെക്യൂരിറ്റി ഏജൻസീസ് ഹാവ് ബീൻ ആക്റ്റീവ്ലി പെർസ്യൂയിങ് ക്രെഡിബിൾ അലിഗേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ലിങ്ക്. ഇതായിരുന്നു ട്രൂഡോ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം. എന്തായിരുന്നു ആ വാക്ക് ഒന്നുകൂടെ എന്ന് പറയുകയാണ്. കനേഡിയൻ സെക്യൂരിറ്റി ഏജൻസീസ് ഹാവ് ബീൻ ആക്റ്റീവ്ലി പെർസ്യൂയിങ് ക്രെഡിബിൾ അലിഗേഷൻസ് ഉണ്ട്, ക്രെഡിബിൾ അലിഗേഷൻ, വിശ്വസനീയമായ ആരോപണങ്ങൾ ഓഫ് എ പൊട്ടൻഷ്യൽ ലിങ്ക്. പൊട്ടൻഷ്യൽ ലിങ്കും അല്ല, ലിങ്കാണെങ്കിൽ തന്നെ അത് കൺഫേംഡ് ആയ സാധനമാണ്. ലിങ്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പൊട്ടൻഷ്യൽ, ഒരു ലിങ്ക് ആയേക്കാവുന്ന ആ ഒരു സാധനം എന്നാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് വായിക്കുക. കനേഡിയൻ സെക്യൂരിറ്റി ഏജൻസീസ് ഹാവ് ബീൻ ആക്റ്റീവ്ലി പെർസ്യൂയിങ്, വളരെ കാര്യമായിട്ട് പിന്തുടരുന്നു. എന്താണ്? ക്രെഡിബിൾ അലിഗേഷൻസ് ഓഫ് എ പൊട്ടൻഷ്യൽ ലിങ്കായി തീരാവുന്ന ഒന്നിനെക്കുറിച്ചുള്ള വിശ്വസനീയമായ ആരോപണങ്ങൾ. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ബിറ്റ്വീൻ ഏജൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ദ കില്ലിംഗ് ഓഫ് കനേഡിയൻ സിറ്റിസൺ. ഈ ലിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻസും കനേഡിയൻ സിറ്റിസണായിട്ടുള്ള നിജറിൻ്റെ വധവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചുള്ള പൊട്ടൻഷ്യൽ ലിങ്കിലേക്ക് വളരെ സംബന്ധിച്ചുള്ള ക്രെഡിബിൾ അലിഗേഷനെ വളരെ ആക്റ്റീവായിട്ട് പെർസ്യൂ ചെയ്യുന്നു. എന്തുവാണ് ഇത് എവിഡൻസ് തരില്ല. ഇതിനാണ് ഈ വീസൽ വേർഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വേർഡ്സ് ലൈക്ക് എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയേക്കാവുന്ന ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ത്രെട്ട്, ഇറ്റ്സ് നോട്ട് എ കൺഫേംഡ് ത്രെട്ട്, ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ ത്രെട്ട്. സോ ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ വേഗമാണ്, നിങ്ങൾ ഏൽക്കുന്നില്ല, നിങ്ങൾ ഒരു തെളിവും തരുന്നില്ല. പിന്നെ ലിങ്ക് എന്ന് പറയുന്നത് എവിഡൻസ് അല്ല, ലിങ്ക് എന്ന് പറയുന്ന ഒരു സൂചനയാണ്. ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ അതിനൊരു രണ്ട് അർത്ഥമുണ്ട്, കണക്ഷൻ എന്നുണ്ട്, സൂചന എന്നുണ്ട്. രണ്ടായാലും അത് ഇറ്റ്സ് നോട്ട് എ കൺഫേംഡ് ടേം. പിന്നെ പെർസ്യൂവിങ്, ഈ മൂന്നും ഒരു വീസൽ ടേംസാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാഷ്ട്രത്തലവൻ ഒരു രാജ്യത്തെക്കുറിച്ച് വേറൊരു സോവറൻ കൺട്രിയെക്കുറിച്ച് അവരുടെ പാർലമെൻറ്റിൽ നടത്താൻ പാടില്ലാത്ത രീതിയിലുള്ള ഈ വേവേഡായിട്ടുള്ള ഒരു 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 ടോക്കാണ് അന്ന് ട്രൂഡോ നടത്തിയത്. ഒട്ടും റാഷണൽ അല്ല, ഒട്ടും മെച്ചുവർ അല്ലാത്ത ഒരു ടോക്കാണ് നടത്തിയത്. അത് തൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള സിഖുകാരുടെ പിന്തുണയുള്ള NDP അവർ പറയുന്നതുകൊണ്ടാണ് പുള്ളി പറയുന്നതല്ല. അങ്ങനെയാണ് ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിൽ ഭയങ്കര അൺപോപ്പുലറായിട്ടാണ് 2 പ്രാവശ്യവും ട്രൂഡോ തിരിച്ചു പോയത്. ഈ നിജറിൻ്റെ ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഈ അടുത്തിടെ എനിക്ക് കാനഡയിലുള്ള ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു ദ ഗ്ലോബ് ആൻഡ് മെയിൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പത്രം. ഈ പത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അല്പം ന്യൂട്രലായിട്ട് എഴുതുന്നൊരു പത്രമാണ്. സാധാരണ അവിടെയുള്ള പത്രങ്ങൾ മൊത്തം ഈ ലിബറൽ പാർട്ടിയുടെയും അതിൻ്റെ കനേഡിയൻ നേതൃത്വത്തിൻ്റെയൊക്കെ അവരുടെ നരേഷനാണ് ശരിക്കും പിന്താങ്ങുന്നത്. പക്ഷേ ഈ പത്രം കുറച്ച് ഇതായിട്ട് 2 ഭാഗത്തും ഉള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് എഴുതിയൊരു ലേഖനമാണ്. ഇപ്പോൾ 2 ദിവസമേ വന്നിട്ടുള്ളൂ. അപ്പം അതിൽ ഇത് നോക്കുക, ഇതായിരുന്നു എക്സോഷൻ ഓഫ് ആൻ ആർമഡ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്, ദ ഗ്ലോബ് മെയിൽ. ഈ ഗ്ലോബ് മെയിലിൽ എന്തുകൊണ്ടാണ് ഈ പാർലമെൻറ്റിൽ നിജാറിന് വേണ്ടി അവിടുത്തെ MP-മാരെല്ലാം എഴുന്നേറ്റിരുന്ന് അനുസ്മരണം നടത്തിയതെന്ന് ഉള്ളൊരു അന്വേഷണം അവർ നടത്തുന്നത്. അപ്പോൾ അവരതിനകത്ത് പറയുന്നു, ടു ഇന്ത്യ ഹി വാസ് എ ടെററിസ്റ്റ്, ടു മെനി സിഖ് സെപ്പറേറ്റിസ്റ്റ് ഹി വാസ് എ ഹീറോ. ഇന്ത്യക്ക് അയാളൊരു തീവ്രവാദിയാണ്, അതേസമയം പല സിഖ് വിഘടനവാദികൾക്കും അയാളൊരു നായകനാണ്. ടു കാനഡ ഹിസ് ഡെത്ത് എ ഇയർ എഗോ വാസ് എ സ്പാർക്ക് ദറ്റ് സെറ്റ് ഓഫ് എ ഡിപ്ലോമാറ്റിക് ഫയർസ്ട്രോം. കാനഡയെ സംബന്ധിച്ചോളം അതൊരു നയതന്ത്ര ബന്ധത്തിൽ ഒരു വലിയൊരു കൊടുങ്കാറ്റായി മാറിയ സംഭവമാണ്. ബട്ട് വാട്ട് ഡു വി റിയലി നോ അബൌട്ട് ഹിസ് എയിംസ് ആൻഡ് ആക്ഷൻ? ഇയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ദ ഗ്ലോബ് ഇൻവെസ്റ്റിഗേറ്റ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞുകൊണ്ട് വരുന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇയാൾ ശരിക്കും ഒരു പക്ക ടെററിസ്റ്റ് തന്നെയാണ്, വിഘടനവാദി തന്നെയാണ്. അയാൾ വന്നത് കള്ള പാസ്പോർട്ടോടുകൂടിയാണ്. ഇതിന് പലയിടത്തും ചില ഭാഗങ്ങളൊക്കെ ഗ്യാപ്പുണ്ട്, ചില ഭാഗങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഇതില്ല. പക്ഷേ ഇയാളുടെ മൗൾഡ് എന്ന് പറയുന്നത്, ഇയാളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു വിഘടനവാദി, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ പന്നൂൻ്റെയൊക്കെ കൂടിയ ആളായിരിക്കാം ഇയാൾ. ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ ഖാലിസ്ഥാനികളുടെ സ്വപ്നമായിക്കൊണ്ട് നടന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നാണ്, ഇയാളൊരു ആക്ടിവിസ്റ്റ് മാത്രമാണെന്നാണ് കനേഡിയൻ പ്രൈം മിനിസ്റ്ററും അവരുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും അവരുടെ സെക്യൂരിറ്റി ഏജൻസീസും ഒക്കെ പറയുന്നത്. സോ നോക്കൂ, സ്പീക്കിംഗ് ഇൻ പഞ്ചാബി ഹി ഇൻവോക്ക് ദ യൂസ് ഓഫ് വെപ്പൺസ് അഗെയിൻസ്റ്റ് ഇന്ത്യൻ അഡ്വേഴ്സറീസ്. ഇവർ ഈ പത്രം എഴുതുന്നത്, ഇത് ഇന്ത്യൻ പത്രമല്ല, ഇത് അവിടുത്തെ ഒരു ക്രിട്ടിക്കൽ ഫ്രീഡം ഓഫ് സ്പീച്ചൊക്കെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പത്രമാണ്. വി വിൽ ഹാവ് ടു ടേക്ക് അപ്പ് ആംസ് ഹീ സെറ്റ്. ഇയാളുടെ വാചകമാണ് നിജറിൻ്റെ, നമുക്ക് ആയുധങ്ങൾ എടുക്കണം. വി വിൽ ഹാവ് ടു ഡാൻസ് ടു ദ എഡ്ജ് ഓഫ് സോഡ്സ്. വാൾമുനകളിൽ നിന്ന് നമുക്ക് നൃത്തം ചെയ്യണം.
he turned his eye towards Sikhs who supported independence but preferred to achieve it through activism and politics. അതായത് ജനാധിപത്യ രീതിയിൽ സ്വാതന്ത്ര്യം നേടി ഒരു ഖാലിസ്ഥാൻ ഉണ്ടാക്കുന്നവരെ ഇയാൾക്ക് വളരെ പുച്ഛമായിരുന്നു. Those who advocate peaceful methods, we need to leave them behind. What justice we will get this way. ഇത് അതായത് ഈ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് പോകുന്നവർ അവരെന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്? അത് ഈ അമൃത്പാൽ സിംഗ് ചോദിച്ചാണ്. ഈ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി വെച്ചു എന്നൊക്കെയാണ് ഇന്ത്യൻ രാജ്യം പറയുന്നത്. മൻമോഹൻ സിംഗ് ഒരു പപ്പറ്റ് പ്രധാനമന്ത്രിയായിരുന്നു, അയാളെ കൊണ്ടൊന്നും സാധിച്ചില്ല. അങ്ങനെയൊന്നും അല്ല സിഖുകാരുടെ പ്രതികാരവും അവരുടെ സ്വത്തും ഒക്കെ ആളിപ്പെടേണ്ടതാണ് ഈ അമൃത്പാൽ സിംഗ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് ഇയാളും പറയുന്നത്. ദ ലാംഗ്വേജ് യൂസ് ഇൻ ദിസ് ഓഗസ്റ്റ് 2021 സെർമൺ, 2021 ഇയാൾ നടത്തിയൊരു സെർമണിലാണ് ഈ ജനാധിപത്യത്തിലൂടെ ഖാലിസ്ഥാൻ നേടാമെന്ന് പറയുന്നവരെ പുച്ഛിക്കുന്നതും നമ്മൾ ആയുധങ്ങൾ എടുക്കണമെന്ന് ഇയാൾ പറയുന്നത്. വൺ ഓഫ് ദ ഹാൻഡ്ഫുൾ ഓഫ് സച്ച് റെക്കോർഡിങ്സ് ഒബ്റ്റൈൻഡ് ബൈ ദ ഗ്ലോബ് മെയിൽ. ഈ പത്രം ഇവർ പറയുന്നത് ഈ പ്രസംഗത്തിൻ്റെ വീഡിയോ ഇവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. is an example why Nijja had long been labelled a dangerous enemy by India. If Canadian authorities are correct, put him in the country's crosshairs. ഇന്ത്യ നിരന്തരം പറയുന്നു ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളിലെല്ലാം വീഡിയോ ഇന്ത്യൻ കനേഡിയൻ അതിർത്തികൾ കൊടുത്തിട്ടുണ്ട്. ഇയാൾ വളരെ ഡേഞ്ചറസ് ആണ്, ഇന്ത്യക്കെതിരെയാണ്, ആയുധം എടുക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ടെററിസമാണ് പുള്ളിയുടെ ഹോബി. പക്ഷേ കനേഡിയൻ അതോറിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പോവുകയാണ്. നോക്കൂ, ഇത് നിജാസ് ഗുരുദ്വാര ഇൻ സറേ. ഈ സറേ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ സറേ, എല്ലായിടത്തും സറയുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലായിടത്തും ആ പേരുണ്ട്. മെനി ബ്ലെയിം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫോർ ദ ലാസ്റ്റ് ഇയേഴ്സ് കില്ലിംഗ്. മോദിയെ കണ്ടോ, മോദിയെ ജയിലിനുള്ളിലാക്കിക്കൊണ്ട് ഉള്ള പോസ്റ്റേഴ്സാണ് ഈ അവരുടെ ഗുരുദ്വാരകളിൽ അവർ നിരന്തരം ഇത് പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിറ്റിസൺസ് കോർട്ട് ഓഫ് കാനഡ ടു സെൻറ്റൻസ് മോഡി, അവർ മോക്ക് ട്രയലുകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നോക്കുക, June 18, the anniversary of Nijja's death was a day of prayer of remembrance for Guru Nanak Singh Gurudwara in Saray, gunman ambush. ഈ ഗുരുദ്വാരയിൽ പ്രാർത്ഥിച്ചിട്ടാണ് പുറത്തിറങ്ങുമ്പോഴാണ് വെടിവെച്ച് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഭക്തർ അല്ലെങ്കിൽ അവിടുത്തെ സിഖുകാർ വന്ന് നിന്നിട്ട് അവർ ക്യൂ നിന്നാണ് ഇയാൾക്ക് അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കുക, ഇയാളെ കൊന്നു എന്ന് പറയുന്ന ഒരു ഇതാണ്. കരൺ ബ്രാർ ഈസ് വൺ ഓഫ് ദ 4 ഇന്ത്യൻ നാഷണൽ ചാർജ്ഡ് വിത്ത് ദ മർഡർ ഓഫ് നിജാർ പ്ലോട്ട് അലോങ് വിത്ത് കമൽപ്രീത് സിംഗ്, കരൺപ്രീത് സിംഗ് ആൻഡ് അമൻദീപ് സിംഗ്. ഇന്ത്യ ഡെനൈസ് ഇൻവോൾവ്മെൻറ്റ്. 3 സിഖുകാരും എനിക്ക് തോന്നുന്നു കരൺ ബ്രാർ എന്ന് പറയുന്ന അയാൾ സിഖെല്ലാം തോന്നും. ഇവരാണ് 4 പ്രതികളായിട്ട് ആരോപിക്കപ്പെടുന്നത് ഇയാളെ കൊന്നതിൽ. ഇത് നോക്കൂ, ജൂൺ 18 ഇയാൾ കൊല്ലപ്പെടുന്നത്. ജൂൺ 6 അവിടെ നടത്തിക്കൊണ്ടിരുന്ന കാര്യം, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന ഒരു പടം കണ്ടോ. ബിയാൻ സിംഗ് 2 പേര് വെടിവെക്കുന്നു. ഇത് ആഘോഷിക്കുകയാണ് സിഖുകാരുടെ ഇടയിൽ ഒരു പ്ലോട്ടായിട്ട് കൊണ്ടാണത്. ഇതിനൊന്നും കനേഡിയൻ ഗവൺമെൻറ്റിന് ഒരു പ്രശ്നവുമില്ല. ഇതെല്ലാം ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ് അവരെ സംബന്ധിച്ച്. ഇതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. ഇയാളുടെ പഞ്ചാബിലെ വീടാണ്. ഇയാൾ 97 ശരിക്കും കാനഡയിൽ ചെല്ലുന്നത്. ഇയാൾ മരിക്കുമ്പോൾ 45-46 വയസ്സാണ് ഉണ്ടായിരുന്നത്. സോ ഫോളോയിങ് ദ എൻക്വയറീസ്, പാർമർ എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം, ഈ ബോംബ് വെച്ച് കനിഷ്കയിൽ ബോംബ് വെച്ചതിൽ മുഖ്യപ്രതിയായിട്ട് അതിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ട് പറയുന്ന ആളാണ് ഈ പാർമർ എന്ന് പറഞ്ഞത്. പാർമറിൻ്റെ ഒരു അനുയായിയായിട്ടാണ് ഇയാൾ അറിയപ്പെടുന്നത്, ഈ നിജ്ജർ. ബട്ട് ഇൻ ദ ഇയേഴ്സ് സിൻസ് മിസ്റ്റർ നിജ്ജർ വാസ് കിൽഡ്, മെമ്പേഴ്സ് ഓഫ് ഗുരു നാനാക്ക് ഗുരുദ്വാര സറേ ഹാവ് എറക്റ്റഡ് എ ജയൻറ്റ് ബിൽബോർഡ് ഓഫ് പാർമേഴ്സ് ലൈക്ക്നെസ്. ഈ പറയുന്ന ഇയാളെ പ്രാർത്ഥിച്ചു പുറത്തിറങ്ങിയപ്പോൾ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്ന ആ ഗുരുദ്വാരയുടെ മുന്നിൽ ഇപ്പോൾ ഈ കനിഷ്ക ബോംബ് വെച്ച് തകർത്ത, അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ വിമാനം ബോംബ് വെച്ച് തകർത്ത പാർമറുടെ ഒരു വലിയൊരു ബിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ പത്രം തന്നെ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഫേസസ് എ മേജർ thoroughfare, and Mr. Kandewal, who is 17 and his sister was killed, said that this is taken to a billboard of 9/11 mastermind Osama bin Laden and going up in the Manhattan Street. ഇയാളുടെ പടം ഈ പാർമർ, ഈ കനിഷ്ക വിമാനം
ബ്ലാസ്റ്റ് ചെയ്തതിലെ മുഖ്യപ്രതിയായിട്ടുള്ള പാർമറുടെ പടം ഈ ഗുരുദ്വാരയിൽ, സറയിലെ ഗുരുദ്വാരയിൽ ഫ്രണ്ടിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അത് റോഡിന് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. അത് ന്യൂയോർക്കിലെ മാൻഹട്ടനിൽ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ജനതയുടെ മുന്നിൽ ഒരു ഒസാമ ബിൻ ലാദൻ്റെ പടം വെച്ചാൽ എങ്ങനെയിരിക്കും, അതിലും അല്ലെ അതിന് തുല്യമോ അതിനേക്കാൾ വികലമോ ആണ് എന്നുള്ളതാണ്. ദർ ഈസ് എ ഗ്രെയിൻ ഓഫ് ട്രൂത്ത് ലൈക്ക് അത് ഏതെങ്കിലും രാജ്യം അത് ടോളറേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ഇന്ത്യ നിരന്തരമായി പ്രതിഷേധിക്കാറുണ്ട്. ഇത് നോക്കൂ, ഇയാൾ എത്തിച്ചേർന്ന സമയമാണ് ഇയാൾ നിജാർ എൻറ്റേഡ് കാനഡ ഫേക്ക് പാസ്പോർട്ട്. ഇയാളുടെ പാസ്പോർട്ട് സമയത്ത് ഇയാളുടെ ഫോട്ടോയാണ്. ഇയാൾ മുടിയൊക്കെ മുറിച്ച് ഒരു നോൺ സിഖ് ആയിട്ടാണ് ഇയാൾ കയറിയത്. ഹി വാസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് ദ അക്യൂസ്ഡ് സിഖ് മിലിറ്റൻറ്റ് ഗുർദീപ് സിംഗ് ദീപ. ഇയാളെ 187 വരെ വെടിവെച്ച് വന്നു. ഒരു ട്രെയിനകത്ത് പിന്നെ ആക്രമിച്ച് കയറിയിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞു പിടിച്ചൊരു ഒരു ഭാഗത്തിട്ടിട്ട് അവരെ വെടിവെച്ച് വന്നവനാണ് ഈ ഗുർദീപ് സിംഗ് ദീപ എന്ന് പറയുന്നത്. അയാളുടെ അടുത്ത സുഹൃത്താണ് ഈ നിജ്ജർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇൻ 1995 ജദ്കാ സിംഗ് താര സിംഗ് എന്നറിയപ്പെടുന്ന ഈ റാഡിക്കലൈസ് സിഖ് സെപ്പറേറ്റിസ്റ്റ് വാസ് കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ടു ലൈഫ് in India for his role in suicide bombing and killed Bian Singh who was ഈ താരാ സിംഗിൻ്റെ കൂടെ ഇയാൾ നിൽക്കുന്ന പടങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, താരാ സിംഗ് ജയിൽ ചാടിയൊക്കെ ഒരു വലിയ ഹീറോ ആയ ഒരു വ്യക്തിയാണ്. നിജാർ ഇൻ ദ റെഡ് ഷർട്ട്, ഇതിനകത്ത് നിജാർ ഈ മൂന്നാമത് കാണുന്ന റെഡ് ഷർട്ടാണ്. ഇൻ 2010 വിത്ത് എ സിഖ് മിലിറ്റൻറ്റ് ജഗ്താർ സിംഗ് താര ഇൻ എ സ്ട്രൈപ്ഡ് ഷർട്ട്. അയാൾ ഒരു പാകിസ്ഥാനിൽ നിന്ന് ഇവർ വർക്ക് ചെയ്യാണ്. ഇന്ത്യയിൽ നിന്ന് ചാടിയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് അവരുടെ സഹായത്തോടുകൂടി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു വീടിൻ്റെ ടെറസിൽ നിന്ന് എടുത്ത ഒരു പടമാണ് ഈ കാണുന്നത്. ഇയാളാണ് ഈ നിജാർ എന്ന് പറയുന്നത്. ഇയാളാണ് വെറും ആട്ടിൻകുട്ടിയാണ്, ഇയാൾ ഒരു ആക്ടിവിസ്റ്റാണെന്ന് കാനഡയും അധികൃതർ പറയുന്നത്. ഇപ്പുറത്ത് കാണുന്ന പടം ഇയാൾ AK-47 നിൽക്കുന്നതാണ്. മനസ്സിലായി? ഇപ്പോൾ ഇത് ആ മാസികയിൽ വന്ന പടം ഇതെല്ലാവർക്കും അറിയാവുന്ന നെറ്റിലൊക്കെ ഉള്ള പടമാണ്. അപ്പോൾ ബേസിക്കലി കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇയാൾ ഒരു ടെററിസ്റ്റാണ്, ഇയാളൊരു സെപ്പറേറ്റിസ്റ്റാണ്. ഇയാൾ താരാ സിംഗിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദീപയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ മാത്രമല്ല, ഇയാളെ ഖാലിസ്ഥാൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഖാലിസ്ഥാൻ അവിടെയുള്ള കാനഡയിലുള്ള ഖാലിസ്ഥാൻ അവർ കാണുന്നത് തന്നെ ഇയാളെ അവരുടെ നേതാവായിട്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് യാതൊരു ഇയാളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യാനായിട്ട് പലതവണ വിളിച്ചിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇയാൾ ഇവിടെ തുടക്കം തന്നെ പാസ്പോർട്ടായാലും അതുപോലെ തന്നെ ഇയാളെ ഈ കാനഡ നോ ഫ്ലൈ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വിമാനയാത്ര ചെയ്യുന്നതിൽ നിന്ന് വിലക്കുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും കാനഡയുടെ ഒരു പൊതു നിലപാടിപ്പോൾ ട്രൂഡോയുടെയും അവരുടെ സെക്യൂരിറ്റി ഏജൻസിയുടെയും നിലപാടെന്ന് പറയുന്നത് ഇയാളൊന്നും ചെയ്യുന്നില്ല. ഹീസ് ഓൺലി ആൻ ആക്ടിവിസ്റ്റ്. പിന്നെ ഇന്ത്യ കനിഷ്ക ദുരന്തമായിരുന്നു എന്നൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ഇപ്പോൾ ഇല്ല. അതിൻ്റെ നേതാക്കളെല്ലാം പോയി, അതിൻ്റെ സംഘടനയെല്ലാം പോയി, അതൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ ഇന്ത്യ വെറുതെ ബഹളം ഉണ്ടാക്കുകയാണ്. ഇന്ത്യ വെറുതെ ബഹളം ഉണ്ടാക്കുന്നതാണോ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇപ്പോൾ തൊട്ട് മുമ്പേ നടന്ന ഇലക്ഷനിൽ അമർതാൽ സിംഗിൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ സൂചിപ്പിക്കുന്നത്? ഇവരുടെ ഒരു ധാരണയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ ഖാലിസ്ഥാൻ പ്രസ്ഥാനം വളരെ ശക്തമാണ്, ഇവിടുത്തെ സിഖുകാരെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് കാനഡയിൽ നടക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. ഓഫ് കോഴ്സ് അമർപാൽ സിംഗ് ജയിച്ചു. കാരണം വെച്ചാൽ ആ ഏരിയയിൽ റാഡിക്കലൈസേഷൻ, അവർക്ക് ഈ പാന്തുകൾക്ക് ഒരുപാട് സ്വാധീനമുള്ള ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നാണ് അയാൾ ജയിച്ചിട്ടുള്ളത്. പിന്നെ ബിയാൻ സിംഗിൻ്റെ മകൻ്റെ വിജയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ കുറച്ച് 10-25 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്, ഒരുപാട് ഇലക്ഷൻ തോക്കുകയൊക്കെ ചെയ്താണ്. അങ്ങനെ അയാളിപ്പോൾ ജയിച്ചു എന്നുള്ളതാണ് 70,000 വോട്ടിന്. പക്ഷേ അമൃത്പാൽ സിംഗിൻ്റെ വിജയം ചില അപായ സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള 2 കോടിയിലധികം വരുന്ന സിഖുകാരെ സംബന്ധിച്ചോളം ഈ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവരുടെ അജണ്ടയിലില്ല. അവരെ അങ്ങനെ ഒരു സാധനം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യയിലെ ഗവൺമെൻറ് ഉദ്യോഗ തലത്തിലായാലും ട്രേഡിലായാലും കൊമേഴ്സിലായാലും സ്പോർട്സിലായാലും അവർ ഇന്ത്യൻ പൊളിറ്റിക്കുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒരു ജനതയാണത്. അതിലൊരു വളരെ ചെറിയൊരു ന്യൂനപക്ഷം പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്കുള്ളിൽ ഈ ഒരു പിന്തുണയില്ല. പക്ഷേ കാനഡ പോലെയുള്ള സ്ഥലങ്ങളിൽ, ഇംഗ്ലണ്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ, അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ, ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവർ ഈ വിദേശത്ത് ചെന്നതിന് ശേഷം ഈ വിധ്വംസക പ്രവർത്തനവും അല്ലെങ്കിൽ ഈ വിഘടനവാദം വൻതോതിൽ തലമുറ ഈ ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇവർ നടത്തുന്നത് മാത്രമല്ല, ഇന്ത്യയിലുള്ള മറ്റ് ഇപ്പോൾ സാധാരണ ഇതിൽ ഓരോ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ പോയി കഴിഞ്ഞാൽ അവരെല്ലാം ഇന്ത്യക്കാരാണ്. അതിന് ഏത് കമ്മ്യൂണിറ്റി ആയാലും
ഏത് സ്ഥലമായാലും തമിഴ് അല്ലെങ്കിൽ തെലുങ്കോ അതല്ല, നമ്മൾ ഇന്ത്യക്കാരെന്നുള്ളൊരു ഇതാണ് അവിടെ വരുന്നത്, ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ടാണ്. പക്ഷേ ഇവർ ഈ ഖാലിസ്ഥാൻ ആക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ബാക്കി വരുന്ന ഇന്ത്യക്കാരന്, പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ, അവർക്കെതിരെ ആക്രമണങ്ങൾ അവർ അഴിച്ചുവിടുന്നുണ്ട്. ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങൾ അവർ കയ്യേറുന്നുണ്ട്, ഇന്ത്യൻ ഫ്ലാഗ് അവർ ഡിസഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ശക്തമായിട്ട് നടക്കുന്നത്. ബ്രിട്ടനിൽ നടക്കുന്നുണ്ട്, അമേരിക്കയിൽ നടക്കുന്നുണ്ട്, ഓസ്ട്രേലിയ നടക്കുന്നുണ്ട്, കാനഡയാണ് ഇതിൻ്റെ കേന്ദ്ര ഹബ്ബായിട്ട് മാറിയിട്ടുള്ളത്. അമേരിക്കയോടൊക്കെ ഇന്ത്യ പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു ക്ലൗട്ട് കൂടിക്കൂടി വരുന്നതനുസരിച്ച് ഇന്ത്യയുടെ റെസ്പോൺസും കുറച്ചുകൂടെ ശക്തമായി വരുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളിൽ കയറി അവിടുത്തെ പൗരന്മാരെ കൊല്ലാൻ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെ ഇന്ത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും അതിന് ശിക്ഷകളും ഇന്ത്യ ഏറ്റുവാങ്ങാനായിട്ട് ഇന്ത്യ ബാധ്യസ്ഥമാണ്. അതിനകത്ത് രണ്ട് അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്ത്യ കൊന്നു, അല്ലെ ഇന്ത്യക്കാരാണ് കൊന്ന്, ഇന്ത്യ അയച്ച സംഘമാണ് കൊന്നതെന്ന് വെറുതെ പാർലമെൻറ്റിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇങ്ങനെ എങ്ങും തൊടാതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ടുള്ള എവിഡൻസ് കൊണ്ടാണ്. ഇപ്പോൾ 1 വർഷം ആകാൻ പോകുന്നു. ഇത് മരണം നടന്നിട്ട് 1 വർഷമായി. ഈ പ്രസ്താവന നടത്തിയിട്ട് തന്നെ ഏതാണ്ട് 8 മാസമായിട്ടുണ്ട്, എന്തായാലും ആയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് അങ്ങനെ കരയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല. ഇന്ത്യ തിരിച്ച് ചോദിക്കുന്നുണ്ട്, എവിഡൻസ് കൊണ്ടുവരൂ. അതുപോലെ തന്നെ ഇന്ത്യ നിരന്തരമായിട്ട് ഈ നിജ്ജറിനെതിരെയും പന്നൂനെതിരെയും ഇവർ നടത്തുന്ന ത്രെട്ടുകൾ, എയർ ഇന്ത്യക്കെതിരെയൊക്കെയാണ്, യാത്ര ചെയ്യരുത്, ഇങ്ങനൊരു ത്രെട്ട് ആരാ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനിഷ്ക ബോംബ് ആക്രമണം, വിമാനം ബോംബ് വെച്ച് തകർത്ത ടീമുകളുടെ അവരുടെ ലെഗസി അവകാശപ്പെടുന്ന അതേ മൂവ്മെൻ്റാണ് ഈ എയർ ഇന്ത്യയിൽ ആരും യാത്ര ചെയ്തതെന്നൊക്കെ പറയുന്നത്. ഇത് കേൾക്കുന്നവർക്ക് എന്ത് തോന്നുന്നു? ഇത്രയും വ്യക്തമായിട്ട് പോലും കാനഡ വേണ്ടത്ര സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത്, ഞാൻ അന്ന് കാനഡ ടൊറൻറ്റോയിൽ അവതരിപ്പിച്ചൊരു പരിപാടി ഇത് തന്നെയായിരുന്നു. ഈ പരാതം, ഈ ആശയങ്ങൾ, വ്യക്തികളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ, ഇത്തരത്തിലുള്ള ആശയങ്ങൾ അത് ചിലപ്പം എന്താ പറയുക, പൊങ്കാലയുടെ രീതിയിലായിരിക്കും ചെല്ലുന്നത്, അല്ലെങ്കിൽ ഷരിയയുടെ രീതിയിലായിരിക്കും ചെല്ലുന്നത്, അല്ലെങ്കിൽ ഇതേ കണക്കുള്ള ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് രീതിയിലായിരിക്കും. ഇവരവിടെ പോയിട്ട് അഭയാർത്ഥികളായിട്ട് അവിടെ ചെന്ന് സെറ്റിൽ ചെയ്തിട്ട് അവിടുത്തെ പൗരന്മാരായിട്ട് അവർ ഇവിടെയുള്ള സംസ്കാരവും മതവും വികാരവും ആചാരവും ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ട് അവർ ചിലപ്പം അവിടെയുള്ളവരെ ആക്രമിക്കലായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്നത് നേരെ തിരിച്ച് ഇന്ത്യയിലുള്ള ഈ കർഷക സമരം ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഒരു അൽ ജസീറയുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിനകത്ത് കർഷക സമരം ഭയങ്കര വിജയമായിട്ട്, ഇവിടുത്തെ കർഷകരുടെ വിജയമായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. ആക്ച്വലി അതൊരു മതവിജയമാണ്. അതൊരു ഖാലിസ്ഥാൻ നല്ല രീതിയിൽ സ്പോൺസർ ചെയ്തൊരു സംഗതിയാണ്. അത്രമാത്രം പണവും ഓർക്കസ്ട്രേഷനും, ഇത് ഇറ്റ്സ് ഈസി ടു സീ. അതിനിടയിൽ ഒരാളെ, ഒരു ദളിതനായിട്ടുള്ള ഒരു വ്യക്തിയെ മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഈ നിഹാങ്ക് സിഖുകൾ എന്ന് പറയുന്ന ടീമുകൾ കൈ വെട്ടിയിട്ട് കെട്ടിത്തൂക്കി, കഴുത്തിന് കെട്ടിത്തൂക്കി കൊല്ലുകയുണ്ടായി. അവനെക്കുറിച്ച് ഇത് ഇവരതിനിടയ്ക്ക് ചെയ്ത കാര്യമാണ്, മതനിന്ദ ആരോപിച്ചുകൊണ്ട്. അപ്പോൾ അത്രമാത്രം ഇത് മതം സപ്പോർട്ട് ചെയ്തൊരു സംഗതിയായിരുന്നു എന്ന് അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും എങ്ങനെയാണ് ഇന്ത്യൻ കാർഷിക രംഗത്തിന് ഒരു ഉണർവും ഒരു ദിശാബോധം നൽകേണ്ടിയിരുന്ന ഒരു ബില്ലിന് കാനഡയിലിരുന്നുകൊണ്ട് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഒക്കെ സഹായത്തോടു കൂടി എറിഞ്ഞു വീഴ്ത്തി. എന്നിട്ട് ഇവിടെ കർഷകർക്ക് ഇപ്പോൾ വലിയ നേട്ടമാണല്ലോ. ഇവരെന്തോ പറയുന്നത് എന്തോ വലിയ ബില്ലായിരുന്നു, അല്ല എന്തോ വിജയമാണ്. കർഷകർക്ക് വിജയമല്ല, കർഷകരുടെ ഭയങ്കര നഷ്ടമാണ് എന്നുള്ളത് ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് നോക്കുന്ന ആർക്കും മനസ്സിലാവും. പക്ഷെ അവിടെ മതം വിജയിച്ചു. ഇങ്ങനെ ഈ മതം വിജയത്തിനുള്ള ലോഞ്ചിങ് പാടായിട്ട് കാനഡ പോലെ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡയും ഇന്ത്യയായിട്ടുള്ള ബന്ധം പല രീതിയിലും വേണ്ടത്ര പരിലസിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ മേളിൽ ടോട്ടലി ഒരു ഇതുണ്ടാവില്ല. ഇന്ത്യ ഈ കഴിഞ്ഞ വർഷം തന്നെ ഈ കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇന്ത്യ എത്രയാണോ അവിടെ കീപ്പ് ചെയ്യുന്നത് അതേ അനുപാതത്തിൽ മാത്രം ഇവിടെയും കീപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ പേർക്ക് ഇവിടുന്ന് പണി നഷ്ടപ്പെട്ടു. അവർ എല്ലാം കൂടെ കെട്ടിയിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. ഇന്ത്യ വളരെ ഇന്ത്യയുടെ ഒരു എന്താ പറയുന്നത് റെക്കൺസിലിയേറ്ററി ആയിട്ടുള്ള ഒരു നിലപാടല്ല ഇന്ത്യ സ്വീകരിക്കുന്നത്. വളരെ എന്താ പറയുന്നത് കോൺഫ്രണ്ടേഷണലായിട്ട് തന്നെയാണ് അത്. ഒരുപക്ഷെ കാനഡയും പ്രത്യേകിച്ച് ട്രൂഡോയുടെ നേതൃത്വത്തിൽ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു വല്ലാത്ത ഒരു സംഭവമായിപ്പോയി. ഒരു പുതിയ ഒരു ഐറ്റമായിരുന്നു ഈ ജൂൺ 18-ാം തീയതി കനേഡിയനിലെ പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ഹർദീപ് സിംഗ് നിജ്ജറിൻ്റെ ഡെത്ത് അനുസ്മരിച്ചത്. അങ്ങനെ എത്ര പേരുടെ ഡെത്ത് ഈ പാർലമെൻറ്റ് അനുസ്മരിക്കുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ അതിലെല്ലാം ലൂമിനറീസും വലിയ ഹിസ്റ്റോറിക്കലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെജൻഡുകളും അല്ലെങ്കിൽ കാനഡയുടെ പൊതുജീവിതത്തിന് അത്രമാത്രം എന്താ പറയുക
സംഭാവന നൽകിയിട്ടുള്ള ആളുകൾക്കും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആദരവ് പ്രകടിപ്പിക്കുക. പക്ഷേ ഇവിടെ ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നത് ഇനിയും ആരാണ് കൊന്നത് എന്ന് വ്യക്തമല്ലാത്തൊരു കേസിൽ ഒരു രാജ്യത്തെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ, അത് അതർവൈസ് ധാരാളം റെക്കോർഡുകൾ, അതായത് ആയുധം എടുത്ത് പോരാടാനും ഇന്ത്യക്കെതിരെ പോരാടാനും ഒക്കെ പറയുകയും ഈ ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സിൻ്റെയും ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിൻ്റെയൊക്കെ ഇന്നത്തെ നേതാവാണ് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയാണ്. അപ്പം ഇത് ഒസാമ ബിൻ ലാദന് വേണ്ടി വേറെ ഒരു രാജ്യം പാർലമെൻറ്റ് അംഗങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് തുല്യമാണിത്. കാനഡ എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്കൊക്കെ പോകുന്നത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അത് അവിടെ നടക്കുന്നത് അവിടുത്തെ പൊളിറ്റിക്കൽ സർവൈവലിനായിട്ട് ട്രൂഡോയും അവിടുത്തെ ലിബറൽസും ഒക്കെ ഒപ്പിച്ചു കൂട്ടുന്ന ഓരോരോ എന്താ പറയുക ഷോകൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.